ഫെസ്റ്റിവിസ്റ്റ 2020യിലേക്ക് സ്വാഗതം. എന്താണ് കലയും സാഹിത്യവും? എന്താണ് പാട്ടും പ്രസംഗവും? എന്താണ് കഥയും കവിതയും? കേവലം ആസ്വാദനങ്ങൾ എന്നതിനപ്പുറം മനുഷ്യൻ്റെ സഹജമായ ഒരു വാസന കൂടിയാണത്. ഒരു കാട് ഹരിതാഭമാകുന്നത്, ഒരു കുയിൽ പാടുന്നത്, അന്തരീക്ഷത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, പ്രകൃതിയിൽ പരിണാമങ്ങൾ സംഭവിക്കുന്നത്, ഒരു പൂ വിടർന്നു വരുന്നത്, എല്ലാത്തിലും ഒരു കലയുണ്ട്. കുറേ ആളുകൾ തോൽക്കുന്നത് കൊണ്ടാണ് മറ്റു ചിലർ ജയിക്കുന്നത് എന്ന് പറയുന്നുണ്ട് സാക്ഷാൽ മഹാത്മാഗാന്ധി. മത്സരങ്ങളുടെ തീക്ഷ്ണമായ ഇടവഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴും നാം ജയിക്കണമെങ്കിൽ മറ്റു ചിലർ പരാജയപ്പെടണം എന്ന് വിചാരിക്കുന്നത് മനുഷ്യത്വ വിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. ഐഡിയൽ അസോസിയേഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ സംസ്ഥാന തലത്തിൽ ഇതാദ്യമായി സംഘടിപ്പിച്ച വിർച്വൽ കലോത്സവത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. തിരിച്ചറിവാണ് ഏറ്റവും വലിയ കലാബോധം. അറിവില്ലാത്തിടത്ത് തിരിച്ചറിവുണ്ടാവില്ല. തിരിച്ചറിവില്ലാത്ത ഒരു സമൂഹത്തിൽ അനീതിയും അക്രമങ്ങളും ഉണ്ടാകും. അരുതായ്മകൾക്കെതിരെ നെഞ്ചുവിരിച്ച് സമരം ചെയ്യേണ്ടിടത്ത് നമ്മുടെ വിദ്യാർത്ഥിത്വം കൂടുതൽ സർഗാത്മകമാകേണ്ടതുണ്ട്. പുതിയ പ്രഭാഷകരും എഴുത്തുകാരും ഉയർന്നു വരേണ്ടതുണ്ട്. നമ്മുടെ നാക്കും നോക്കും കൂടുതൽ ചലനാത്മകമാകേണ്ടതുണ്ട്. IAME സംസ്ഥാനതല ഫെസ്റ്റിവിസ്റ്റ 2020യിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗുഡ് ആഫ്റ്റർനൂൺ എവരിബഡി. ഏറ്റവും പ്രിയങ്കരായ IAME ഓഫീസ് ബിയറേഴ്സ്, സ്കൂൾ ലീഡേഴ്സ്, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്രതിഭകളെ, വളരെ മനോഹരമായ കോവിഡ് കാല ഒത്തുചേരലാണ് ഇപ്പോൾ നടക്കുന്നത്. തീർത്തും വ്യത്യസ്തമായ ഒരു കാലഘട്ടത്തിൽ വ്യത്യസ്തമായ ഒരു കലാ സംഗമത്തിന് നിങ്ങളൊക്കെ സാക്ഷ്യം വഹിച്ചു എന്നുള്ളത് ഫെസ്റ്റിവിസ്റ്റയുടെ ഒരു പുതിയ അധ്യായമായി തന്നെ കാണുകയാണ്. ഒരു ഡോറും തുറക്കാൻ സാധ്യതയില്ലാത്ത ഒരു സമയത്ത് ഒരു കൊച്ചു ഡോർ തുറന്നാണ് 100% ഒരു എൻട്രിയുമില്ലാത്ത കാലത്ത് കുട്ടികളുടെ സർഗവാസനയെ അടച്ചു പൂട്ടാൻ സാധ്യമല്ലെന്നൊരു വിളംബരമായിരുന്നു ഫെസ്റ്റിവിസ്റ്റ്. ആ ഡോറ് തുറന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ അത് ഏറ്റെടുത്തു. അതിലേറെ മനോഹരമായി മികച്ച പരിശീലകരായി പേരൻസ് നിലകൊള്ളുകയായിരുന്നു. അവിടെ മേക്കപ്പ് നടത്തിയത്, അവിടെ ട്രെയിനറായി മാറിയത്, മികച്ച പരിശീലക സംഘമായി മാറിയത് നമ്മുടെ പേരൻസാണ്, മറ്റാരുമല്ല. ഒരു ചെറിയ സാധ്യതയെ തുറന്നു കൊടുത്തപ്പോൾ ഈ സാധ്യത മതി ഞങ്ങൾക്ക് വേണ്ടുവോളം ആസ്വദിക്കാനുണ്ട് എന്ന തരത്തിലേക്ക് ഈ അവസരത്തെ പ്രയോജനപ്പെടുത്തിയ സ്കൂൾ ലീഡേഴ്സ്, ഒപ്പം ചേർന്നു നിന്ന പേരൻസ് എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ഒരു മഹാമാരിക്കാലത്ത് ഇത്തരമൊരു ആശയവുമായി IAME രംഗത്ത് വന്നപ്പോൾ തുടക്കത്തിൽ ചില ആശങ്കകളും ഉണ്ടായിരുന്നു. ഈ ആശങ്കകളൊക്കെ മറികടക്കുന്ന പെർഫോമൻസാണ് നമുക്ക് പിന്നീട് ട്രാക്കിൽ നിന്നും ഉണ്ടായത്. ഈ വർഷം ആക്ടോറിയമോ സയൻസ് എക്സിബിഷനോ ട്രാക്ക് ആൻഡ് ഫീൽഡോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരിക്കലും മറക്കാത്ത ഈ കോവിഡ് കാലത്ത് ഒരിക്കലും മറന്നു പോവാത്ത ഒരു കലാസംഗമം കുട്ടികളിൽ ഉണ്ടാക്കണമെന്ന് ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഫെസ്റ്റിവിസ്റ്റയ്ക്ക് തിരിതെളിയുന്നത്. ഇന്നലെയും മിനിയാന്നും നിങ്ങളുടെ കലാപ്രകടനങ്ങളുടെ ചില ചെറിയ സാമ്പിൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് വലിയ ശ്രമങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ ശ്രമങ്ങൾ
വലിയ ശ്രമങ്ങളാണ് 2021-22 വർഷത്തിൽ ദൈവാനുഗ്രഹം കൊണ്ട് ആർട്ടോറിയം നമുക്ക് തിരിച്ചു പിടിക്കണം. ട്രാക്ക് ആൻഡ് ഫീൽഡ് വീണ്ടും ഉണർത്തണം. സ്റ്റംസോറിക്കയിൽ വീണ്ടും പ്രതിഭകളുടെ മിന്നലാട്ടമുണ്ടാവണം. ധാരാളം പ്രതിഭകൾ മാറ്റുരച്ച വിവിധ മേളകളുടെ ഒരു രംഗമായി അടുത്ത വർഷം മാറണം. തീർച്ചയായും നമുക്ക് വരാനിരിക്കുന്നത് പ്രതീക്ഷയുള്ള നാളുകളാണെന്ന വിശ്വാസത്തോടു കൂടി എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ നന്നായി പ്രയോജനപ്പെടുത്തുക. എല്ലാ അവസരങ്ങളെയും മികച്ച അവസരങ്ങളൊക്കെ മാറ്റി മുന്നിലെത്തുവാനും ഒന്നാമതാവാനും സാമൂഹ്യ മാറ്റങ്ങളെ ഉൾക്കൊള്ളുക, തിരിച്ചറിയുക, ചോദ്യങ്ങൾ ചോദിക്കേണ്ടടുത്ത് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക, സാമൂഹ്യ മാറ്റത്തിൻ്റെ ഭാഗമായി നിലകൊള്ളുക എന്ന് ഓർമ്മപ്പെടുത്തി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിഷ് യു ആൾ ദി ബെസ്റ്റ്. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, നമ്മുടെ രാജ്യത്തിൻ്റെ സൗന്ദര്യം തന്നെ എല്ലാതരം കലകളുടെയും വൈവിധ്യവും സമന്വയവുമാണ്. കലകൾ എല്ലാവരുടേതുമാണ്. ഒരു പാട്ടുകാരന്, എഴുത്തുകാരന് അല്ലെങ്കിൽ ഒരു കാർട്ടൂണിസ്റ്റിന് നമ്മുടെ സമൂഹത്തിൽ വിവിധ തരത്തിലുള്ള ധർമ്മങ്ങൾ നിർവഹിക്കാനുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ആസ്വാദനങ്ങൾ കുറയുകയും മാനസിക സമ്മർദ്ദങ്ങൾ കൂടുകയും ചെയ്ത ഈ കൊറോണ കാലത്ത് IAME സംഘടിപ്പിച്ച ഫെസ്റ്റിവിസ്റ്റ 2020 പ്രോഗ്രാമിന് എല്ലാവിധ ആശീർവാദങ്ങളും നേരുന്നതോടൊപ്പം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തിൽ ഈ ഫെസ്റ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള ഈ സമയത്ത് നിങ്ങൾക്ക് നൽകാനുള്ള ഒരേ ഒരു ഉപദേശം 2 വരിയിൽ ഞാൻ ഒതുക്കാം. സ്നേഹം കൊടുക്കുവാൻ ചൊല്ലി മതമെല്ലാം ചൊല്ലി മറന്ന് നമ്മൾ തമ്മിലടിക്കുന്നു. സ്നേഹം കൊടുക്കുവാൻ ചൊല്ലി മതമെല്ലാം ചൊല്ലി മറന്ന് നമ്മൾ തമ്മിലടിക്കുന്നു. കനിവുകൾ വറ്റാത്തോരെ മനസാക്ഷിയുള്ളോരെ, കനിവുകൾ വറ്റാത്തോരെ മനസാക്ഷിയുള്ളോരെ, ഒന്നിച്ച് പോരാടാലോ ഈ തിന്മയെ വേരോട് പിഴുതിടാലോ. ഒരു നാട്ടിൻ മക്കൾ നാം, ഒരു ഞെട്ടിൻ പൂക്കൾ നാം, കലഹങ്ങൾ പിന്നെ എന്തിന്, തമ്മില് കലഹങ്ങൾ പിന്നെ എന്തിന്. മുസൽമാനും ഹിന്ദു ക്രിസ്ത്യൻ ഒരു സമവാക്യമായി കഴിയേണ്ട കൂട്ടരല്ലേ, ഒരു മയിൽ കഴിയേണ്ട കൂട്ടരല്ലേ, ഒരു മയിൽ കഴിയേണ്ട കൂട്ടരല്ലേ. നിങ്ങൾക്കായി സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമയത്ത് ഹബീബുള്ള സ്വഹബൊരു വേഗത്തിൽ തുള്ളുതിരവിരക്കുമ്പോതിൽ, വെളിപ്പെട്ട സമയത്ത് ഹബീബുള്ള സ്വഹബൊരു വേഗത്തിൽ തുള്ളുതിരവിരക്കുമ്പോതിൽ, വിരിക വിട്ടിട പടവിണ കുഴലിയലരുൾ പടി മുട്ടുകൾ മുരശുടു തുടിത്തകിൽ ബജബുടു ഒറ്റകൾ കുയൽ വിളി തകൃതികൾ കിടുകിട ബിതം കേട്ട് ഷൂജായികൾ ഹൂയൂലാളുന്താർ, ബിതം കേട്ട് ഷൂജായികൾ ഹൂയൂലാളുന്താർ. ബിന്ദാലെ തികവുട സൂനം കൊടിത്ത് പിടമൊട പൊതിത്ത് പടലിടു ചിതമൊട വിടുമതിലായി, പൊങ്കാലത്തകമുട താനം വിദിത്ത പദമിതിലുദിത്ത കമറിതു ചിതമൊടു പൊതിയണവായി, കടുകൊടുമയിലതിരിടലായി ചൊടിപ്പടയൊടു കൊടുമയതാൽ, ഇടയൊട്ടകമൊട്ടകപട്ടതിനാലെ ഇട്ടവരവരെ വിളിപ്പതുഹാലെ, മലപ്പുറം സത്തതിനാൽ ഹൈബര തിര മധു കമലാൽ, കവരും പാൽക്കീടൈ വിട്ടും കൂനി നീട്ടും ഈടൈ ചാട്ടും കഠിനത്താൽ കൂഫിർ ഫിന്തി കൂടനടുത്തും, കവ
ചാട്ടും കഠിനത്താൽ കൂഫിർ ഫിന്തി ഉടനടുത്തും സ്വഹബുകൾ കരിഷണമതി നില നിരബരി ബരിയായി ചരമിനാലശുകയും ഹജറിനാലെറിവായി ഉരമക്ക് പതിഫെടെ കുഫിർ പോലെ ഫുറമായി ഉളമ്പയം കൊടുപരം ഫുറംബശി തിരുന്ന് മണ്ടിടലായി ഉമറിനുള്ളിൽ പെട്ടൊരു മാറ്റം ഉലകും മംഗൾ മതിമകണ്ണ മാറ്റം ഉലകിലേകി ചിത്രപുത്രരോചം ഉദവിയുണ്ടോ കേറ്റം കേറ്റം എപ്പടി ചെങ്കുളകാന കേട്ടതപ്പടി പൊങ്ങിട നീയ കൽവിലെ മാറ്റിയ നീന ചിതമെതിന കേറ്റം എപ്പടി ചെങ്കുളകാന കേട്ടതപ്പടി പൊങ്ങിട നീന കൽവിലെ മാറ്റിയ നീന ചിതമെതിന കുടയോ നീ കുടയോ നീ നിന്റേരുവ പാപികളിൽ നിന്നും തേടും സദാ പിഴവുകളാലുള്ള ഇരുളാടല്ല കഴുകാനിനി വഴികൾ തരണേ അല്ലാ തളിരിടും ചെറുചെടിയിലും തെളിവരുളിയഹതവൻ മണ്ണില് കുളിരിടും ഇളം മഞ്ഞിലും കണ്ടില്ലേ കൗതുകമുലകില് കുതിരത്തവൻ ഗുണമുത്തവൻ കൽബിനകമറിയുന്നവൻ നിത്യവും റഹ്മത്തവൻ ചൊരിയും നറുമണി മൂത്തവൻ കരുണാമയനാം അല്ലാ കനിവേഗണം നീ അല്ലാ കഥനം നിറയും എൻ്റെ വ്യത തീർക്ക റഹീമല്ലാ കരുണാമയനാം അല്ലാ കനിവേഗണം നീ അല്ലാ മനം തേടിടുന്നു മദീനത്തെ കാണാൻ മധു പെയ്തിടുന്നു മധുരം പകരാൻ മണിമുത്ത് ജീവേ മഹബൂബ് തേനേ മനസ്സിൻ്റെ കോണിൽ വസിക്കും റസൂലേ മലർത്തണ്ട് തന്നിട്ടെൻ്റെ അരികത്ത് വരുന്നില്ല മഹബൂബിൻ ദാഹം തീർക്കാൻ മധുരത്തെ താരുന്നില്ല തീർത്തു താമുത്തേയൻ നൊമ്പരങ്ങൾ പിരിശേരുന്നൊരു നബിയാണേ പത്തര മാറ്റൊളി ചേലാണേ സുന്ദരവദനം പൂവാണേ അഞ്ചിൽ പ്രഭോളി തെളിവാണേ സ്വർഗത്തിൻ രാജാവ് സുന്ദരനാണേ സ്വർഗീയ റാണികൾ കാത്തിരിപ്പാണേ നബിയേ നബിയേ നൂറേ ഓ താജേ അല്ലാഹുവിൻ്റെ അന്ത്യപ്രവാചകർ കൺമണി റസൂലുള്ളാഹ് അൽ ആമീനിൻ്റെ സൗരഭ്യമേറുന്ന മദഹിന്നൊരു നാളും അതിരില്ല മദീന നഗരമേ മധുര പൂങ്കാവനമേ മുഹമ്മദ് നബി മറഞ്ഞ മഹൽ പ്രദേശമേ മഹിയിൽ പുകൾ പെട്ട മഹത്വമേറും സുവനമേ മദീന മദീന പുമദീന മദീന മദീന പുമദീന. Hello everyone. If you take an opportunity to speak, you probably have no clue what you are going to do. But just seize the opportunity, then you figure out a way to do it. These are the famous words of a world champion in public speaking in 2017. He is an international speaker, author, consultant coach, and moreover, he has inspired thousands of minds.
Yes, friends, today I'm going to talk about Mr. Manoj Vasudevan, the CEO of Thought Expressions and the Chief Mentor at Next Level Unlimited. Of a school dropout village boy for whom having breakfast was a luxury, 3-time meal was a distant dream, and he is the one who owned a food business that worth $100 million today, which serves the world's best breakfast to million people every day. Oyo Rooms has been one of the most successful startups, being the country's largest budget hotel chains. Oyo Rooms has over 23,000 hotels, 840,000 rooms and 46,000 vacation homes across the globe. In the Oyo model, hotels are not owned. Instead, Oyo ties up with certain hotels and acquires a few rooms to be given to the people who want to avail the services of Oyo. Over to the news. Road accidents in Kerala 1920. Around 39,000 accidents, 4,370 were killed and 44,460 were injured, according to the report given by NCRB. The highest number of fatalities reported was in Trivandrum with 459 deaths. Wayanad was reported to be the least fatality with 78. Wear mask, use sanitizer and keep social distancing and stay safe. So now let's move on to news bulletin. Kerala local body polls. From collector to Mammootty, several names missing from list. Kerala 76.38% cast votes in second phase of civic polls in COVID-19 pandemic. Hello dear viewers, once again welcome back. I'm back to keep you updated on what's happening in and around the globe. So today's topic is road accident analysis of Kerala in the year 2019 to 20. So according to other southern states, Kerala reported the least number of road accidents in the year 2019 to 20. Instagram is all about photos and videos. It is a photo sharing application which is released in 2010. Facebook, on the other hand, is multi-featured, which is released in 2004. Instagram is a neat app without much clutter, which makes it easy to use. Facebook, on the other hand, is multi-purpose with lots of features, which makes it little hard to use. Instagram is very popular among those teenagers. People all over the world use Instagram and Facebook to stay connected with their friends and families. Social media is now the best platform to express our thoughts. I am here to tell you about the important features of Instagram. Instagram is more mobile friendly. It's no surprise that Instagram is a better mobile experience than Facebook. Facebook has come a long way in this regard, but Instagram is made for the phone period. There are so many reasons that Instagram will overtake Facebook. The first one is that Instagram is more mobile friendly. Now let's compare some stats between Instagram and Facebook. Facebook reaches 60.6% of all internet and it have 2.5 billion monthly active users, where Instagram have 1 billion monthly active users. Hello everyone, I am Kateja Jasla. Today I am here to share my views and thoughts on the topic Election, the Spring of Democracy. So please have a look at the slides created and enjoy watching. Democracy is defined as a government of the people, for the people and by the people. Here we could see a few questions. What the people can do to strengthen the democratic roots and bring about a change in the system? How can elections impact the democratic process? So let's get into the topic. So first of all, what is a democracy? Demo is deriving from the Greek word meaning people and cracy means government. So democracy means government for the people. And what are elections? Election is a mechanism in a democracy in which people vote and elect the government. And lastly, why elections are known as the spring of democracy? Election is a formal group decision-making process. It is a process through which people can express their political opinion. Election is certainly a vital pillar of democracy. Now, what is democracy? Democracy means rule of people. In a democratic government, people have the right to choose their representatives. Abraham Lincoln defined democracy as democracy is a form of government of the people, by the people and for the people.
ഐഡിയൽ അസോസിയേഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ എന്ന സംഘടന കേരളത്തിലെ 400ഓളം സ്കൂളുകളിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഭാഗമാക്കുകയും അവരുടെ അക്കാഡമിക്കും അതേപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും ഏതൊക്കെ രീതിയിലുള്ള സഹായം ചെയ്യാൻ പറ്റുമോ ആ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. ഈ സംഘടന ഈ ലോക്ക്ഡൗൺ പീരീഡിൽ ആരും നടത്താത്ത രീതിയിൽ തന്നെ ആർട്സ് ഫെസ്റ്റിവൽ ഓൺലൈൻ മോഡിൽ നടത്തുകയും കേരളത്തിലെ എല്ലാ ആയിരക്കണക്കായ വിദ്യാർത്ഥികളെ അതിൽ പങ്കെടുപ്പിക്കുകയും ആ പങ്കെടുപ്പിച്ച വിദ്യാർത്ഥികൾക്ക് എല്ലാ രീതിയിലുള്ള അഭിനന്ദനവും സപ്പോർട്ടും കൊടുക്കുകയും അതിൽ നിന്ന് വിജയശ്രീലായി ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സമ്മാനങ്ങൾ കൊടുക്കുകയും മറ്റെല്ലാ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് IIME മുന്നോട്ട് വന്നിട്ടുള്ളത്. ഈ പരിപാടിയിൽ സംബന്ധിച്ചിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും IIMEയുടെ പേരുള്ള എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഇതിന് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന അധ്യാപകന്മാർ, അതേപോലെ തന്നെ രക്ഷിതാക്കൾ, മറ്റെല്ലാ സംവിധാനങ്ങൾക്കും എല്ലാ രീതിയിലുള്ള അഭിനന്ദനങ്ങളും IIME അറിയിച്ചുകൊണ്ട് ഈ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വീണ്ടും എല്ലാ കാര്യത്തിലും വിജയിക്കാൻ കഴിയട്ടെ എന്ന് അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം, നന്ദി, അസ്സലാമു അലൈക്കും. ചുഗമതിയുഗമേറെങ്കിൽ തിരുനബിയകമേ ജഗമിരിലശകാം ഖദീജ തരുളരിലിണവായി. ചുഗമതിയുഗമേറെങ്കിൽ തിരുനബിയകമേ ജഗമിരിലശകാം ഖദീജ തരുളരിലിണവായി. ചിതമിൽ ഹുവലിദിൻ മധുര തിരുമകൾ മദദു മദീടെ നൂറാൻ. ചിതമിൽ ഹുവലിദിൻ മധുര തിരുമകൾ മദദു മദീടെ നൂറാൻ. മെത്തവരുടെ തിരുതരുളും മുത്താറ്റൽ തിരുനബി ചൊങ്കും ചിങ്കാര ഫാത്വിമാതൻ ജീവാ. പാരത്തിങ്കൽ കിരിശബലബത്ത് ഉരമിടും പടച്ചിങ്കൽ പരിരുകൾ കങ്കൻ പരിശാണി പാടത്തെ മുടി കുറിശിണ്ട കണ്ടൻ തിങ്കും ഹരിശങ്കം കരയനു തിങ്കും കുതുകുല പരിശുര കരവള്ള നടനടാരനുഷി തഞ്ചം കുഫികളെ നെഞ്ചം പിളര വളർബാലേ തഞ്ചം കുഫികളെ നെഞ്ചം പിളര വളർബാലേ ലർബാലേ. മാനിതം കേഴുങ്കൽ താനവൻ തേനിശൽ രംഗും തിക പങ്കിയങ്കും അതിരെങ്കിൽ മഹബൂബർ ത്വായിഫിൽ മന്നവല്ലിംഗിതം ചാറ്റി ഉന്നവനിംബിതമാട്ടി മഹബൂബരേ തെരുവതിരെതിരിൽ ചെപ്പിടയിപ്പണിതുട്ടരം തട്ടതിൽ ചിപ്പമ ചിപ്പിയിൽ മുത്തരിതിട്ടവർ കോടും ചടരേടും നബിയേടുർ കാടർ ദൂതരോതി യാ ഇബാദല്ലാഹ്. അതിപതി പെരിയോനെ നീ വിധിയരുളിടുക്കോനെ സദൈതൈരവാലെ തൗഫീക്ക് താരഹീം. അതിപതി പെരിയോനെ നീ വിധിയരുളിടുക്കോനെ സദൈതൈരവാലെ തൗഫീക്ക് താരഹീം. നൂറെ പൂമതി അങ്ങുറങ്ങും സന്നിധി പതിമദീന പൊൻതട്ടിൽ ചെന്നണയാൻ കൊതി. ഉമ്മത്തിൻ സാന്ത്വനം ജന്നത്തിൻ പൂവനം ത്വാഹ റസൂലുള്ളാഹ്. ഉന്നതി മർത്തബ സന്നിധി അർശിലായി താരക പൂമുല്ല. റൂഹ് പിരിയും നേരം പിടയുമെൻ ശരീരം ത്വാഹയണഞ്ഞിരിക്കും മദരം. ബഷരിൽ കഠിന സമയം ആരിലാ സഹായം അനലഹായെന്നോതി നൽകും അഭയം. റൂഹ് പിരിയും നേരം പിടയുമെൻ ശരീരം ത്വാഹയണഞ്ഞിരിക്കും മദരം. മുക്കിയ പുരുഷ പുകളുടെ ഭവനം പുക്കിയ മക്കികൾ കരുളിടും ശരണം ഒത്തൊരു മതിയിതു പാടാം ചിത്തിര പുകളുണർവാകാം മാണിക്യ തീരുനബിയേ. വഹ്ദാനിയത്തിന്റെ വളർമാ പൂകൾ ഹംദിൻ വഹ്ദാനിയത്തിന്റെ വളർമാ പൂകൾ ഹംദിൻ.
നാമത നീ വരച്ചുള്ള ലോകമിത്ര സുന്ദരം. റാഹിമേ നിൻ കലാവൈഭവമാകയും പല അത്ഭുതം. പൂവുകൾ പൂമ്പാറ്റകൾ പറവകൾ പല ജീവികൾ വാഴ്ത്തിടും തസ്ബീഹ് ചൊല്ലും നാമമേ അല്ലാഹ് ഈണമേ അല്ലാഹ്. നിരാരംഭനായക നിരാകാരനാം നിന്റെ കനിവിൻ്റെ കാണാപ്പൊയ്കയിൽ ചിതമുണരുവദന സുഖദീപം കാണാനാശയായി മുടമുടയ വദന സുഖഭാവം കണ്ടാൽ മോക്ഷമായി പെരിയ പൊരുൾ ജഗ ഭരണവാദക കഴിവരുൾ ഫതലുകൾ ജയമരുളി ഹബരമേ. സുബ്ഹിലായി സുബ്ഹാനെ ഞാൻ സ്തുതികളോതി തേടിടും. സുഖനിരാശകളാലെ ജീവിത നൗക നീങ്ങിടും. കാരുണ്യകടലേ കവൽ നീ തരണേ അഭയമേകല്ല. പാപങ്ങളകന്ന് നിന്നെ അറിഞ്ഞ് കഴിയണം അല്ലാ. നിങ്ങൾ ഏവരും വാശിയോടും ആവേശത്തോടും ആകാംക്ഷയോടും കാത്തുന്ന പ്രീമിയർ ലീഗിന്റെ ഫൈനൽ തന്നെ ഗ്രാൻഡ് ഫിനാലെ അത് നാളെയാണ്. നിങ്ങളുടെ ഏവരെയും പ്രിയപ്പെട്ട മൈതാനത്തിൽ കണ്ണൂർ മിനി സ്റ്റേഡിയത്തിൽ ഇഞ്ചോട് പോരാട്ടത്തിനാൽ അവരെ പേടിയിൽ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചതുകൊണ്ട് ഉദ്യാർക്കമായിട്ടുള്ള ഒരു ഭാഗത്ത് ജയിച്ചണിയുമ്പോൾ അവരെ പേടിയില്ല, അവരെ ഒരു തെരി പോലും പേടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടതാ കണ്ണൂരിന്റെ ചുണക്കുട്ടികൾ, കണ്ണൂരിന്റെ പരക്കൊട്ടികൾ പോലീസ് മൈതാനത്തിലാണ്. പ്രിയമുള്ളവരെ, ക്രിക്കറ്റ് കളിയാട്ടത്തിന്റെ വീറും വാശിയും നെഞ്ചോട് ചേർത്ത് വെച്ച് വമ്പൻ ടീമുകൾ കൊമ്പ് കോർക്കുന്ന ക്രിക്കറ്റ് എന്ന മത്സരത്തെ ആവേശമാക്കിയ ക്രിക്കറ്റ് പ്രേമികൾക്ക് വേണ്ടി കഴിഞ്ഞ 25 വർഷമായി ക്രിക്കറ്റ് എന്ന അധിനിവേശം ഇഴനെഞ്ചിലെ തുടിപ്പായി കൊണ്ടു നടക്കുന്ന ഈ സ്റ്റേഡിയത്തിൽ ആവേശം നെഞ്ചിലേറ്റി എതിരാളിയുടെ നെഞ്ചിൻ കൂട് തകർക്കുന്ന കിടിലൻ ഷോട്ടുകൾക്ക് കാഴ്ചവെക്കുന്ന പ്രഗത്ഭ ബാറ്റ്സ്മാൻമാർക്കും ഫുട്ബോൾ പ്രേമികളെ, കാൽപന്ത് കളിയിലും സ്നേഹ സൗഹാർദ്ദ വഴികളിലും വിവരിക്കാൻ കഴിയാത്ത പേരും പെരുമയും സ്വന്തമാക്കി ചീറിയടിക്കുന്ന തെക്കൻ കാറ്റുകൾക്ക് പോലും പോരാട്ടവീര്യം പകർന്നു നൽകി ഗ്രാമപരിഷ്കാരത്തിന്റെ മോഹപക്ഷികൾ പുതുമ തേടുന്ന അനുഗ്രഹീത നാട് കൊല്ലം. When he was traveling, he understood the pathetic condition of hotels in which he was stayed. There's no proper water management, there's no proper electricity, there's no good food, there's no neatness. Completely it was worse. And he thought that why I can't find new solution to overcome from these challenges. Many days gone, he started a new company at the age of 18. That company name is Oyo, On Your Own. After starting that company, he went to a hotel nearest to his place and asked to that hotel owner that could you give me this hotel for one day? Today I'm standing here to talk about one of the famous Indian personality and Indian entrepreneur, Irfan Alam. Irfan Alam was an entrepreneur who changed the lives of many people through his innovation and enterprise. Irfan Alam was popularly known as the rickshaw-man from Bihar for his innovative business model for empowering the rickshaw pullers in internationally acclaimed as social entrepreneur. Alam, a full-blood scholar of Harvard Kennedy School, has also completed his master's in public administration. Kiran Desai was born on 3rd September 1971. She's an Indian author. Her novel, The Inheritance of Loss, won the 2006 Man Booker Prize and the National Book Critics Circle Fiction Award. In January 2015, the Economic Times listed her as one of the 20 most influential global Indian women. Android versus iOS. We are living in the era of technology and we cannot imagine the world without these things. Google Android and Apple iOS are operating systems used primarily in mobile technology such as smartphones and tablets. Android is now the world's most commonly used smartphone platform and it is used by many different manufacturers. Coming to iOS, it is used by only in Apple devices. Android versus iOS, world most talked topic. First of all, coming to the selling rate, last year Android has sold 800 million phones and iOS has sold 300 million phones.
Here, Android is the dominant one always, because Android has a variety of companies from Samsung to OnePlus, MI to Poco. Now let me talk about the advantages of iOS devices. And first and foremost, or the most important major feature of iOS is that it's privacy. Apple surely care about the privacy of the users, and that's why they have strict policies and restrictions on the usage of third-party apps into the mobile phones. And then security. Hi all. Today I am for a small PowerPoint presentation. And my topic is challenges and possibilities of remote learning. Do you know what is remote learning? Remote learning can occur simultaneously with the real-time peer-to-peer interaction or collaboration with self-placed activities with students and depending upon the instructor. Now teachers are taking classes through online class. IMEയുടെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് പോകുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ഇതിൻ്റെ സംഘാടകർ, വളരെ സന്തോഷം ആദ്യം തന്നെ അറിയിക്കട്ടെ. ഇങ്ങനെയൊരു കോവിഡ് കാലത്തും കുട്ടികളുടെ കലാപരമായുള്ള കഴിവിനെ ഒരു ചോർച്ച പോലും ഉണ്ടാവരുതെന്നുള്ള ദൃഢനിശ്ചയം മൂലം അതിനെ ഏറ്റവും ഫലവത്തായിട്ട് നടത്തി IME അതിൻ്റെ സംസ്ഥാനതല മത്സരം നടന്നു കഴിഞ്ഞു. അതിൻ്റെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് പോവുകയാണ്. അതിൽ നിന്ന് സെലക്ട് ചെയ്ത കുട്ടികളാണ് ഗ്രാൻഡ് ഫിനാലയിലേക്ക് വരുന്നത്. പ്രതിഭകളായിട്ടുള്ള നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു അവസരം നിങ്ങൾക്ക് IME തന്നതിൽ IMEയുടെ ഈ ഒരു സംസ്ഥാന കലോത്സവം ഫെസ്റ്റിവിസ്റ്റ ഇത് നടത്തിയ സംഘാടകരെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. കാരണം പ്രതിസന്ധി ഘട്ടത്തിലും കുട്ടികളുടെ കഴിവിനെ വളർത്താനുള്ള അവരുടെ ആഗ്രഹം മാത്രമല്ല, ഇച്ഛാശക്തി, അതാണ് യഥാർത്ഥത്തിൽ ഒരു അധ്യാപകൻ്റെ മികവ്, കഴിവെന്ന് പറയുന്നത്. കുട്ടികളെ കൂടെ തന്നെ നിൽക്കുന്ന അധ്യാപകർക്ക് മാത്രമേ അതിന് കഴിയൂ. കുട്ടികളുടെ കഴിവനുസരിച്ച് അവരെ അവരുടെ കഴിവനുസരിച്ച് വളർത്തിയെടുക്കാൻ കലയും സാഹിത്യവുമൊക്കെ സമൂഹ നന്മയ്ക്കാണെന്നുള്ള ചിന്താഗതിയിലേക്ക് നാം ഒക്കെ പോകണം. ആ പോകുന്നതിൻ്റെ ഒരു പൂർത്തീകരണമാണ് ഈ ഒരു മത്സരത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു പരിപാടിക്ക് എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. പ്രത്യേകിച്ച് ഗ്രാൻഡ് ഫിനാലയിലേക്ക് വരുന്ന കുട്ടികളെ സംബന്ധിച്ച് എനിക്കറിയാം, ഞാനും ഒരു വിധികർത്താവായിട്ട് IMEയുടെ ഫെസ്റ്റിൽ സ്ഥിരമായിട്ടുണ്ടാവുന്ന ആളാണ്. അതൊക്കെ ഏറ്റവും കഴിവ് തെളിയിച്ച കുട്ടികളായിട്ട് മാറുന്ന സമയത്ത് എൻ്റെ സുഹൃത്തുക്കൾ തന്നെ, നിരവധി സുഹൃത്തുക്കൾ അതിൽ വിധികർത്താക്കളായിരിക്കുമ്പോൾ പ്രതിഭകളായിട്ടുള്ള കുട്ടികളെ കാണുമ്പോൾ ഈ കുട്ടി ഇങ്ങനെയൊക്കെ ആവുമെന്നൊക്കെ ഞങ്ങൾ അഭിപ്രായപ്പെടുകയും അങ്ങനെ കലയിലൂടെ ആ കുട്ടികൾക്ക് ശരിക്കും ഒരു ഭാവി ജീവിതം തന്നെ പടുത്തുയർത്താൻ സാധിക്കുന്ന തരത്തിലാവട്ടെ ഈ ഒരു പരിപാടി. അതിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് يتساءلون عن النبأ العظيم الذي هم فيه مختلفون كلا سيعلمون. بسم الله الرحمن الرحيم. عبس وتولى أن جاءه الأعمى
وما يدريك لعله يزكى മുത്തോരും അതിനിട നിലയിൽ എത്തിയിടെ ഒരു നരനും ഉളവായി ഉന്തിയിടെ അമൃത ബരവിൽ പൊന്താതും നടനടമേ ബശി മുന്താതെ അമർന്നിടുക ശരിയായി അമർന്നിടുക ശരിയായി ചിന്താര ചെങ്കതിർ സുന്ദരി ചിങ്കരികാൽ സൂലൈഹാബേ ചിന്താരക്കുലൈകിലിഷ്കിൻ ബഹറല കുതി കുതിച്ചേ മന്ദാരം പിന്തിടും ചന്തമിൽ മുന്തി മികേന്തൊളി യൂസഫുറൻ നബി മതിമാനെ മതിന്ദ ബിന്ദത ഷഹബതൽ മദം പുലച്ചേ മനസ്സിൽ മധുരം നാറാഹത്ത് മഹമൂദിൻ മദ്ഹിന്റെ സീനത്ത് മാണിക്യ കല്ലിന്റെ ചാരത്ത് മാദിഹായ് തേരാനൻ ഹാജത്ത് We all know the coronavirus outbreak has affected the people all over the world, and we all are taken to a lockdown. Since people are facing so many problems due to the lockdown, but it has created a positive impact too. This is true that we learn more in crisis than in comfort. During this period, I have learned many life lessons. Like life is more important and our needs are very limited. Now, we had been stuck at home for a month due to the pandemic disease called COVID-19. So, in this society, people are using online learning instead of traditional classrooms. I will start my speech with a famous quote by Anand Agarwal. Along with that, true online learning classroom interaction is missing. Students are noticed with increased amount of eye problems due to overuse of smartphones. Internet packages nowadays are also so costly. However, our government has took several measures to help rural students who are suffering from the lack of online learning facilities. Good morning. Reading is an exercise for the mind. It helps kids calm down and relax, opening doors of new knowledge to enlighten their minds. Kids who read grow up to have better cognitive skills. Reading is good for everyone, not only children or young adults. On the internet, you will find many lists with up to 30 reasons why reading is important. Reading is an exercise for the mind. It helps kids calm down and relaxes, opening doors for new knowledge to enlighten their minds. A very warm good morning to everyone. Reading is an exercise for the mind. It helps kids calm down and relax, opening doors of new knowledge to enlighten their minds. എന്നിട്ട് ഈ പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ മടക്കുക. എന്നിട്ട് ഇത് നടുവിലേക്ക് മടക്കുക. ഈ ഭാഗവും മടക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ വെട്ടുക. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്ലവർ ആണ്. അതിന് വേണ്ട സാധനങ്ങൾ: ഒരു സ്റ്റാപ്ലർ, റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുത്ത 3 പേപ്പർ. ആദ്യം ഈ റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുത്ത 3 പേപ്പർ ഇതിന്റെ ഹാഫ് ഭാഗം മടക്കിയിട്ട് മുകളിലായി വെക്കുക. എന്നിട്ട് സ്റ്റാപ്ലർ വെച്ച് അതിന്റെ നടുഭാഗം ഒന്ന് സ്റ്റാപ്പ് ചെയ്യുക. I am making a house. First we want this is a gum and then A4 sheet. First we take that A4 sheet and do like this. Then the next side of the paper do like this and fold the paper this like. And we take the paper and fold like this. You can see this like and this like. Then we take the paper, we get the paper this like, and we make a doll here, and we take the paper
here and here is like. Then we take and fit. Our house is ready. ഫാക്ടറിയിലെ മലിനജലം അയച്ചാലിലേക്ക് ഒഴുകി അയച്ചാലിലെ വെള്ളം ഉപയോഗശൂന്യമായി മനുഷ്യന് ചത്തു പൊങ്ങി. അപ്പോൾ കൊക്ക് പറഞ്ഞു, കഷ്ടം, മനുഷ്യനാണ് മൃഗത്തിന് നാശം വരുത്തുന്ന മറ്റൊരു ജീവൻ ഇല്ല അല്ലേ അമ്മാവ? അതെ, അയച്ചാലിലെ വെള്ളം ഒരു ചെറിയ ചാലിലൂടെ ഈ കുളത്തിലും എത്തിച്ചേർന്നു. അതോടെ ഈ കുളത്തിലെ വെള്ളം ഉപയോഗശൂന്യമായി. ഭൂതത്തിന്റെ സൂത്രം കേൾക്കണോ? അമ്മയ്ക്കിപ്പോൾ കണ്ടു കാണില്ലല്ലോ. ഭൂതം ഒരു തെച്ചിപ്പൂ പറിച്ച് മന്ത്രം ചൊല്ലി അതിൽ നിന്നും വേറൊരു ഉണ്ണിയെ ഉണ്ടാക്കി അമ്മയ്ക്ക് കൊടുത്തു. അമ്മ തൻ്റെ ഉണ്ണിയെ തലോടി. പെട്ടെന്നു തന്നെ നങ്ങേലിക്ക് മനസ്സിലായത് 2 ഉണ്ണിയല്ലെന്ന്. ഇത് മനസ്സിലാക്കിയ നങ്ങേലി പറഞ്ഞു, എടാ പെറ്റ വയറിനെ മരിക്കാത്ത പാടു ഭൂതമേ, നിന്നെ ഞാൻ ശപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നങ്ങേലി ഭൂതത്തിനെ ശപിക്കാൻ തുടങ്ങി. വേദിയിലിരിക്കുന്ന ആളെ കണ്ട് യുവാവ് ഞെട്ടിപ്പോയി. ഇന്നലെ എന്റെ പെട്ട് ചുമന്ന ആളല്ലേ ഇത്? ഇത്രയും വലിയ ഉന്നതയിലുള്ള ആളാണോ ഒരു മടിയുമില്ലാതെ എന്റെ പെട്ട് ചുമന്നത്? അയാളുടെ പ്രവൃത്തിയെക്കുറിച്ച് അയാൾക്ക് വല്ലാതെ വിഷമം വന്നു. വേദിയിൽ നിന്ന് ഇറങ്ങിയ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് കാലിൽ വീണ് മാപ്പ് ചോദിച്ചു. നമസ്കാരം. അഹമ്മദ് ജമാലുദ്ദീൻ എന്ന ബന്ധു ബോട്ട് നിർമ്മാണത്തിൽ എന്റെ പിതാവിനെ സഹായിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം എന്റെ സഹോദരി സുഹറയെ വിവാഹം കഴിച്ചു. ബോട്ട് നിർമ്മാണത്തിനിടയിലും കടത്ത് നടക്കുന്ന വേളയിലും ഞാൻ സലാഹുദ്ദീനും തമ്മിലുണ്ടായ അടുപ്പത്തിന് പ്രായം ഒരു തടസ്സമായിരുന്നില്ല. അഹമ്മദ് ജമാലുദ്ദീൻ എന്നൊരു ബന്ധു ബോട്ട് നിർമ്മാണത്തിൽ എന്റെ പിതാവിനെ സഹായിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം തന്റെ സഹോദരി സുഹറയെ വിവാഹം കഴിച്ചു. ബോട്ട് നിർമ്മാണത്തിനിടയിലും കടത്തു നടക്കുന്ന വേളയിലും ഞാനും സലാഹുദ്ദീനും തമ്മിലുണ്ടായ സൗഹൃദത്തിന് പ്രായം ഒരു തടസ്സമായിരുന്നില്ല. ചക്കയും മാങ്ങയും 6 മാസം, അങ്ങനെയും ഇങ്ങനെയും 6 മാസം എന്നാണ് പണ്ട് കേരളത്തിലെ മേത്തരവും ഇടത്തരവും കളിച്ച് ബാക്കിയുള്ള ഇല്ലങ്ങളിലെയും ഇറച്ചിയും മീനും വെക്കാത്ത വീടുകളിലെയും കൂട്ടാൻ വെക്കൽ. Once during the monsoon season, it rained heavily. The river started overflowing and flood entered the village. Everyone started to evacuate their homes and set out to go to the safest place. One man ran to the temple. He quickly went to the priest's room and told him, "The flood water has entered into our homes and it is rising quickly, and water has also started to enter the temple. We must leave the village, as no time it will sink under the water." I'm telling a wonderful story about an old man lived in the village. He was one of the most unfortunate people in the world. The whole village was tired of him. He was always gloomy, constantly complained, and was always in bad mood. Once upon a time, there was an old man who lived in a village with his 3 sons. Although his 3 sons were hard workers, they quarreled all the time. The older man tried to unite them, but failed. Months passed by, and the older man became sick. He asked his sons to remain united, but they failed to listen to him. ഒരു നാളിൽ തള്ളിപ്പറഞ്ഞ ഒരുവന്റെ അധീനതയിൽ അവന്റെ നിഴൽ പോലും ഭയന്ന് കഴിയുന്ന തടവ് പുള്ളികളിൽ ഒരാളായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. നമുക്കവനെ കൊറോണയെന്നോ കോവിഡ് എന്നോ വിളിക്കാം. കയ്യടികളോ ആരവങ്ങളോ ഇല്ലാത്ത ഒരു സദസ്സിൽ അവൻ എന്നെ എത്തിച്ചുവെങ്കിൽ നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ അവന്റെ കരുത്ത്. ആർഭാടങ്ങളിലും തൂർത്തുകളിലും ആർമാദിച്ചു കഴിഞ്ഞിരുന്ന മനുഷ്യകുലത്തെ നേർവഴിക്ക് നയിക്കാനായെത്തിയ മാലാക എന്ന് പോലും പലരും കൊറോണയെ വാഴ്ത്തിയത് നമ്മൾ കേട്ടു. അജ്ഞത എന്ന അന്ധകാരത്തിൽ നിന്നും വിജ്ഞാനം എന്ന പ്രകാശത്തിലേക്ക് നമ്മെ നയിക്കുന്നവരാണ് അധ്യാപകർ. ജീവിതത്തിന്റെ ഉയരങ്ങളിലെത്താൻ കൈകൾ തന്നവരാണ് നമ്മുടെ അധ്യാപകർ. അവരുടെ ജീവിത മൂല്യങ്ങൾ പകർന്നു തന്ന്
വിദ്യാർത്ഥികളായ നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമുള്ള പൗരന്മാരാക്കി മാറ്റുന്നതിലേറെ പങ്കുണ്ട്. ഗുരുവും ഈശ്വരനും ഒരേ സമയം എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ ഞാൻ ആദ്യം ഗുരുവിനെ വന്ദിക്കും. കാരണം ഗുരുവാണ് എനിക്ക് ദൈവത്തെ കാണിച്ചു തന്നത്. കബീർദാസിൻ്റെ ഈ വാക്കുകൾ അധ്യാപനത്തിൻ്റെ മഹത്വത്തിലേക്കും അധ്യാപകൻ്റെ ജീവിത ലക്ഷ്യത്തിലേക്കും വിരൽ ചൂണ്ടുന്നു. അസ്സലാമു അലൈക്കും ആൻഡ് ഗുഡ് ഡേ. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, വളരെയധികം സന്തോഷമുണ്ട്. IIME ഫെസ്റ്റിവിസ്റ്റയുടെ ക്ലോസിംഗ് സെറമണിയിലാണ് നാം ഉള്ളത്. IIME ഒരു ബെഞ്ച് മാർക്കും കൂടി സൃഷ്ടിച്ചിരിക്കുകയാണ്. ലോകത്ത് എല്ലാവരും വ്യത്യസ്തങ്ങളായിട്ട് ഈ പാൻഡമിക്കിനെ ഫേസ് ചെയ്തപ്പോൾ IIME thought about it, how to showcase the talent of our 450 school students. യുനെസ്കോയുടെ കണക്കനുസരിച്ച് 32 crore 32 കോടി കുട്ടികളാണത്രേ ഇന്ത്യയിൽ ഈ പാൻഡമിക്കിന് വിധേയമായിട്ടുള്ളത്. സോ IIME thought about it, കുട്ടികളിൽ ഒളിഞ്ഞു കിടക്കുന്ന കഴിവുകൾ ഒരിക്കലും ഈ പാൻഡമിക് ഉള്ളതുകൊണ്ട് അത് ഒരു കാരണവശാലും അവർക്ക് എക്സിബിറ്റ് ചെയ്യാൻ, ഡിസ്പ്ലേ ചെയ്യാൻ ചാൻസ് ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവരുത് എന്നു മനസ്സിലാക്കി IIME മിടുക്കരായ ഫെസ്റ്റിവിസ്റ്റ ടീം ടെക്നോളജിയുടെ എല്ലാ ആസ്പെക്ട്സും മുതലാക്കിക്കൊണ്ട് തന്നെ ഒരു കംപ്ലൈൻറ്റ് പോലും റിസീവ് ചെയ്യാതെ ഇത് സുന്ദരമായിട്ട് റോൾ ഔട്ട് ചെയ്തു. ഈ ഫെസ്റ്റിവിസ്റ്റ ടീമിനെയും IIME ഓഫീസിനെയും അഭിനന്ദിച്ചാൽ മതിയാവില്ല. എഡ്യൂക്കേഷൻ എന്നതിൻ്റെ യഥാർത്ഥ സ്പിരിറ്റ് മനസ്സിലാക്കണമെങ്കിൽ ഇറ്റ് ഈസ് ദ ഗ്രോത്ത് ഓഫ് മൈൻഡ്, ബോഡി, ബ്രെയിൻ, സോൾ ആൻഡ് ഹാർട്ട്. ഈ 5 മേഖലകളിലെയും വളർച്ച എങ്ങനെ കൊണ്ടുവരണം എന്ന് പാൻഡമിക് ഡേയ്സിലാണെങ്കിലും അതിന് മുടക്കം വരരുത് എന്നുള്ള ഒരു വാശിയോടെ IIME ഫെസ്റ്റിവിസ്റ്റ ഒരു വൻ വിജയമായി തീർത്തതിൽ ഇതിൽ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടത് യു ആർ ദ ഫ്യൂച്ചർ ലീഡേഴ്സ്, യു ആർ ദ ടാലൻറ്റ് ഓഫ് ഇന്ത്യ ആൻഡ് ഗ്ലോബ് വേൾഡ്. സോ നിങ്ങളുടെ ടാലൻറ്റിനെ ഡിസ്പ്ലേ ചെയ്യിക്കാൻ നമുക്ക് കിട്ടിയ ഈ സാഹചര്യം നിങ്ങളത് നന്നായിട്ട് മുതലെടുത്തു. All the best wishes for you and your mentors and your parents to make this event as a grand success. God bless you. Thank you so much. വെളിപ്പെട്ട സമയത്ത് ഹബീബുള്ള സ്വഹാബോരും വേഗത്തിൽ തുളുതിര വിരക്കുമ്പോതിൽ. വെളിപ്പെട്ട സമയത്ത് ഹബീബുള്ള സ്വഹാബോരും വേഗത്തിൽ തുളുതിര വിരക്കുമ്പോതിൽ. വിരിക വിട്ടിട പടവിന കുളലിയാലരുൾ പടി മുട്ടുകൾ മുരശോടു തുടി തകിൽ ബജവുടു ഒച്ചകൾ കുയൽ വിളി തകൃതികൾ കിടുകിട വിധം കേട്ട് ശൂജായികൾ ഊയൂലാണും താർ. മതിപ്രകാശമിലധികസിളക്കമിലെ മഹപ്രധാനികൾ മറിയമും ഖദീജ ബിമൈന്ദർ ഹൗവയമി ഗന്ധഹൗ അഭിനിരേന്ദയാസിയബി. അവരുടെ മതിയമേ മതിമത കരുതിയ ദുരികമിസണന്തിരിന്തവരാ. കഥയുടെ പൊരുളൊരു തരിശിയ മൊഴികളെ സിതമത്തിലെ നാളിൽ വിലായത്തിൻ ചരിതം രുചിരം ചേർത്താനേ അത് പൊറുക്കാനേ. വളർപ്പറ്റ കവനമിൽ അതിമിക പദവിയിൽ മതിരക മധുകുതി മൽജിറിലുജമതി വെള്ളുന്നേ കിസ ചൊല്ലുന്നേ ഇതും ഗുഹരം അകപ്പെട്ടതിലും നിത്തിര മഹതിൽ പൂണ്ടവരിൽ. Today I have got a golden opportunity to speak a few words on online learning merits and demerits. During this difficult time period of lockdown, all over the world students while stay home and studying online classes. So internet is the most useful technology in modern time, which help us not only in a daily life but also our educational purposes. But as you all know, there are pros and cons of e-learning. Some merits are less costly, save the time of the learners, and online classes are very amazing and easy way of learning. Hi respected judges, teachers and all my dear friends. Today I would like to speak in front of you a speech on online learning merits and demerits.
Most of us are familiar with the classroom learning from our school days, but online learning is a new field. Due to the coronavirus outbreak nowadays, all institutions have switched to the online learning system. Online learning can include online courses, exams, quizzes, game fields, and certification training. I would like to share some of my thoughts on my lockdown days with you. We all know that nowadays we are facing a tragic disease called COVID-19. To control the harmful spreading of this disease, government implemented a method called lockdown. We are locked in houses and necessary services are allowed. I tried my level best to make my lockdown days useful. I read a lots of books. I play with my siblings. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ കവാടത്തിലെ വാചകമാണിത്. ജീൻ സൈബിലസ് എന്ന തത്വചിന്തകൻ പറയുന്നു, അധ്യാപകൻ ശില്പിയാണ്, തലമുറകളെ വാർത്തെടുക്കുന്ന ശില്പി. ദേശീയ വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാനായിരുന്ന DS കോത്താരി 1966 തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ തുടക്കം ഇങ്ങനെയായിരുന്നു: ഒരു രാജ്യത്തിന്റെ ഭാവി ഭാഗത നിർണയിക്കപ്പെടുന്നത് ക്ലാസ് മുറിയിലൂടെയാണ്. ഈ അഭിപ്രായമെല്ലാം സൂചിപ്പിക്കുന്നത് എത്രമാത്രം കരുതലോടെയും കരുത്തോടെയും വിദ്യാർത്ഥികളെ ഒരുക്കേണ്ട കാലഘട്ടമാണിതെന്നാണ്. ഒരു തൊഴിൽ എന്നതിനപ്പുറം അധ്യാപനത്തിന് വളരെ ഉന്നതമായ സ്ഥാനമാണ് സമൂഹം കൽപ്പിച്ചു നൽകിയിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനകൾ കാണുമ്പോൾ മനുഷ്യന്റെ കരുണയും നന്മയും ഇനിയും വറ്റിയിട്ടില്ലെന്നറിയുമ്പോൾ ഒരാശ്വാസം. ഇതൊന്നും ഞങ്ങളെ ബാധിക്കില്ലെന്നും പറഞ്ഞ് ഒതുങ്ങിക്കൂടാൻ ആർക്കും സാധിക്കില്ല എന്നുള്ള വലിയ വലിയ പാഠങ്ങളാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചത്. ഒരു ചെറിയ പനി വന്നാൽ പോലും ആശുപത്രിയിലേക്ക് ഓടുന്ന മലയാളി ഇന്ന് സ്വയം നിയന്ത്രിക്കാൻ പഠിച്ചു. പഴയതുപോലെയുള്ള കൂടിച്ചേരലുകൾ ഇല്ലാത്തതിനാൽ മാനസിക ഐക്യം വർദ്ധിച്ചു. കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളത ആവോളം ആസ്വദിക്കാൻ എല്ലാവരും പഠിച്ചു. നിരീശ്വരവാദികൾ പോലും ദൈവമേ എന്ന് വിളിച്ചു പോകുന്ന ഒരു കാലഘട്ടം. ഓരോരുത്തരും വിശ്വസിക്കുന്ന ആ മഹാശക്തിയിൽ പ്രത്യാശ അർപ്പിച്ചിട്ടാണ് ഓരോ ദിവസവും നാം തള്ളി നീക്കുന്നത്. പല സന്നദ്ധ സംഘടനകളുടെയും പ്രവർത്തനങ്ങൾ കാണുമ്പോൾ മനുഷ്യന്റെ കരുണയും നന്മയും ഇനിയും വറ്റിയിട്ടില്ലെന്നറിയുമ്പോൾ ഒരാശ്വാസം. Good morning everyone. Reading is an exercise for the mind. It helps kids calm down and relaxes, opening doors of new knowledge to enlighten their minds. Kids who read grow up to have better cognitive skills. Reading is good for everyone, not only children or young adults. Thursday, 30th September 1999. I was shipwrecked during a dreadful storm last night. All the crew in my ship drowned, but I managed to swim ashore to this island. Reading is an exercise for the mind. It helps kids calm down and relaxes, opening doors of new knowledge to enlighten their minds. Kids who read grow up to have better cognitive skills. വേദിയിലും സദസ്സിലും നിൽക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരും, ഞാനിന്നിവിടെ ഒരു കഥ പറയാൻ ആഗ്രഹിക്കുന്നു. എന്റെ കഥയുടെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കെണിയിൽപ്പെട്ട സ്വപ്നങ്ങൾ. ഒരു ദിവസം ചിന്നനെ തന്റെ മാട്ടിൽ നിന്ന് പുറത്തേക്ക് നോക്കുകയായിരുന്നു. കർഷകൻ ഗോപാലനും ഭാര്യ കമലയും കൂടി ആ വഴി നടക്കുന്നു. അവരുടെ കയ്യിൽ വലിയൊരു പൊതിയുണ്ട്. അത് കണ്ട ചിന്നൻ കൊതിയോടെ നോക്കി. സന്ധ്യയായിട്ട് മുന്നിയെ കാണാതെ നങ്ങേലി വിഷമിച്ചു. അപ്പോഴാണ് ആ വഴി വന്ന ചാത്തനോട് ചോദിച്ചത്, ചാത്ത എന്റെ ഉണ്ണിയെ കണ്ടോ? ചാത്തൻ പറഞ്ഞു, അല്ലേ തമ്പ്രാട്ടി, ആ മലമുകളിൽ കളിക്കുന്നത് കണ്ടു. കൂടെ ഒരു കൊച്ചമ്പ്രാട്ടിയും ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നങ്ങേലിക്ക് മനസ്സിലായി തന്റെ ഉണ്ണിയെ കൊണ്ടുപോയത് ആ വലിയ ഭൂതമാണെന്ന്. നങ്ങേലി ഭൂതത്തിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് ഭൂതത്തിനോട് പറഞ്ഞു, അല്ലയോ ഭൂതമേ, എനിക്ക് എന്റെ ഉണ്ണിയെ തിരിച്ചു തരൂ. ഒരിക്കൽ ഒരു രാജാവ് ഒരു കുതിരയെ വാങ്ങി. ആ കുതിര ആർക്കും വഴങ്ങുന്നില്ല. എല്ലാവരെയും കുതിര വീഴ്ത്തുകയാണ്. ആ കുതിരയുടെ അടുത്തേക്ക് ഒരു കുട്ടി ചെന്ന് എന്തൊക്കെയോ ചെയ്തു. പിന്നെ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ കുതിര വഴങ്ങി. രാജാവും പ്രജകളും അമ്പരന്നു.
എന്താണ് ആ സൂത്രമെന്ന് രാജാവ് അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, സൂര്യനെതിരായിട്ടാണ് നിങ്ങൾ ആ കുതിരയെ കെട്ടിയിരുന്നത്. അതുകൊണ്ട് അവൻ അനങ്ങുമ്പോൾ സ്വന്തം നിഴൽ കണ്ട് പേടിച്ചു. ഞാൻ അതിനെ തിരിച്ചു കെട്ടി. അവന് വെളിച്ചം കിട്ടിയപ്പോൾ അവൻ ശാന്തനായി. അത്രേ ഉള്ളൂ. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ ഈ പേപ്പർ ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് രണ്ടും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഞാനൊരു പേപ്പർ ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട്. ഇത് ഇതിന്റെ മുകളിൽ വെച്ചാൽ നമ്മുടെ ഭംഗിയുള്ള വീടിന്റെ റൂഫുമായി. നോക്കിയാട്ടെ, എന്തു ഭംഗിയുള്ള വീടല്ലേ. കൂട്ടുകാരെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നടുമടക്കണം. നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇത് രണ്ടും എടുത്തിട്ട് ഇതിനുള്ളിലേക്ക് ഇത്തിരി പശ ആക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ റൂഫ് വെക്കാം. നമ്മുടെ പേപ്പർ ഹൗസ് റെഡി ആയിട്ടുണ്ട്. അസ്സലാമലൈക്കും ടു ഓൾ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബാഗാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ ഹാഫ് പീസ് കളർ പേപ്പർ, പിന്നെ ബാഗ് ഉണ്ടാക്കാനായിട്ട് ചെറിയ പീസ് ബെൽറ്റ്, പിന്നെ ഗ്ലൂ. ആദ്യം നമുക്ക് ഇതിനെ മടക്കി കൊടുക്കാം. നമ്മുടെ സുന്ദരമായ ബാഗ് ഇതാ റെഡി ആയി കഴിഞ്ഞു. ബെൽറ്റ് ഒട്ടിച്ചിട്ട് നമ്മുടെ സുന്ദരമായ ബാഗ് ഇതാ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ അസ്സലാമലൈക്കും, ബൈ. ബോട്ട് നിർമ്മാണത്തിനിടയിലും കടത്തു നടക്കുന്ന വേളയിലും ഞാനും സലാഹുദ്ദീനും തമ്മിലുണ്ടായ സൗഹൃദത്തിന് പ്രായം ഒരു തടസ്സമായിരുന്നില്ല. എന്നേക്കാൾ 15 വയസ്സിന് മുതിർന്ന അദ്ദേഹം എന്നെ ആസാദ് എന്നാണ് വിളിച്ചിരുന്നത്. ഞങ്ങൾ സായാഹ്നങ്ങളിൽ വളരെ ദൂരം നടക്കാൻ പോകാറുണ്ടായിരുന്നു. നടത്തത്തിനിടയിൽ പ്രധാനമായും ആത്മീയ കാര്യങ്ങളാണ് സംസാരിച്ചിരുന്നത്. മലയാളം തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞ രാമേശ്വരത്തെ അന്തരീക്ഷമായിരിക്കണം. ആകർഷകമായ ഒരു വലിയ ശിവക്ഷേത്രം ആയിരുന്നു ഞങ്ങൾ ആദ്യം കണ്ടിരുന്നത്. അകലെ നിന്നെത്തിയ ഒരു ഭക്തന്റെ അതേ നിഷ്ഠയോടെ ഞങ്ങൾ ക്ഷേത്രത്തിന് വലം വയ്ക്കും. ജലാലുദ്ദീൻ ദൈവത്തോട് നേരിട്ട് ആശയവിനിമയം നടത്താറുണ്ട് എന്ന് തോന്നിയിരുന്നു. അഹമ്മദ് ജമാലുദ്ദീൻ എന്നൊരു ബന്ധു ബോട്ട് നിർമ്മാണത്തിൽ എന്റെ പിതാവിനെ സഹായിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം തന്റെ സഹോദരി സുഹറയെ വിവാഹം കഴിച്ചു. ബോട്ട് നിർമ്മാണത്തിനിടയിലും കടത്തു നടക്കുന്ന വേളയിലും ഞാനും സലാഹുദ്ദീനും തമ്മിലുണ്ടായ സൗഹൃദത്തിന് പ്രായം ഒരു തടസ്സമായിരുന്നില്ല. The title of my story is The Ugly Tree, written by Madhuri. Once upon a time, in a large forest, there grew many different trees, such as mango, teak, oak, banyan, neem, etc. Among them there was one tree which had a crocodile tree. It looked very ugly compared to the other trees. The other trees used to chase him. Finally, in the morning of his graduation, his father called him in a study and said how proud he was to have such a fine son and how much he loved him. He was so happy. Then his father gave him a beautiful gift box. Curiously, but somewhat disappointed, the son opened the gift box and saw a lovely leather-bound book. He could not eat or drink anything. He was so worried. Suddenly, his daughter rushed in it. When he put his arm around her, his daughter changed into golden, sparkling statue. He could not do anything. He cried, "Oh God, please somebody help me, please somebody." അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കലയും സാഹിത്യവും മനുഷ്യ നന്മയ്ക്ക് ഉതകുന്നതായിരിക്കണം. അപ്പോഴാണ് കലയും സാഹിത്യവും അവതരിപ്പിക്കുന്നവർ അവരുടെ യഥാർത്ഥ ദൗത്യം നിർവഹിച്ചവരാവുകയുള്ളൂ. അതിൻ്റെ മകുടോദാഹരണമാണ് IAME വർഷം തോറും നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കായിട്ടുള്ള കലാമത്സരങ്ങൾ. ഈ കോവിഡ് മഹാമാരിയിലും എല്ലാ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ട് വിദ്യാലയങ്ങൾക്ക്
വിശേഷിച്ച് എല്ലാ വിദ്യാർത്ഥികൾക്കും മാതൃകയായിക്കൊണ്ട് ഒരു ഫെസ്റ്റ് നടത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള PC അബ്ദുറഹ്മാൻ മാഷ് പോലെയുള്ള മുഴുവൻ പ്രവർത്തകരെയും മുക്തകണ്ഠം പ്രശംസിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഭാവിയിലും എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും അതിനെല്ലാം തരണം ചെയ്ത് വീണ്ടും വീണ്ടും വിദ്യാർത്ഥികൾക്കും വിശേഷിച്ച് ഈ സമൂഹത്തിനും ഉതകുന്ന രീതിയിലുള്ള യഥാരീതിയിലുള്ള കലകൾ സമൂഹത്തിൽ അവതരിപ്പിക്കാൻ സർവശക്തൻ തുണയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ ഈ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. അന്ധക്കരണം കുന്തം കുത്ത് അങ്കക്കണമിൽ തുന്നി പേത്ത് അങ്കണമോതിരം തൂഷിക്കരണമേ ആകാശപ്പ് തിപ്പുണ്ടപ്പട ചാട്ടുകയറ്റം ചാട്ടുകയറ്റം ചാരടി വെട്ടിടി ചാഞ്ഞു വലിപ്പും ചാവിലിരുട്ടടി ചാട്ടുകയറ്റം ചാരടി വെട്ടിടി ചാഞ്ഞു വലിപ്പും ചാവിലിരുട്ടടി കടുകിട തിട്ടമിൽ ചടുതട പട്ടമിൽ തടുതിട സത്തം തടിമെ ഭയക്കവേ ഹൈദറിഞ്ഞുദ്ധാരകം മക്കികളും നഴന്തിടെ കുഫിരിങ്ങൾ കലിഫോടെ കുനസപ്പൊന്നി ബിന്ദുവായിബുമയ്യ മക്കൂറ ബാധിക്കാടെങ്കിൽ മുഷീരിക്കിന്റെ എതിർപ്പങ്ങും തക്ക നോക്കി നടന്നിട ശരമയ്യാൽ മക്കികളും നഴന്തിടെ കുഫിരിങ്ങൾ കലിഫോടെ കുനസപ്പൊന്നി ബിന്ദുവായിബുമയ്യ അയ്യന്നഹദവനിന്ന് മൊയ്യും മിസാബ് വന്ന് പയ്യൽ പോയി മൊളിയുന്നേ കൊയ്യും തലമുകളേന്ന് അണവാക്കി റൂഹുല്ലമീൻ തന്മൊളിയായി അമ്പൻ പുകഴ്തേയഹൈറുൽ ബറായാർ അണവാക്കി റൂഹുല്ലമീൻ തന്മൊളിയായി അമ്പൻ പുകഴ്തേയഹൈറുൽ ബറായാർ തുണയാർ അബൂ സുഫ്യാനും ബൈറ ചുമകളും ഷാമിന് ബാരുന്നു സൈറ. Good morning, dear judges, teachers, and my dear friends. Myself, Alzul. I'm here to talk to you about online education is child-friendly. Online education is electronically supported the learning that released on the internet for teacher or student in the erection and distribution of class materials. Online education in India has seen a rapid progress in the recent time, making it one of the most discussed subjects in the education domain. It also bears for those who feel comfortable with technology, since the computer will replace as they are linked to school. Yes, usually the schools, for the safety of every students, the government of India become the lockdown of every places of India and including the schools and many other properties. Yes, the school was closed, and while that time sitting is just a usual form for the students for studying for their academic year. Due to this pandemic, lockdown implemented all over the world. During lockdown, everything is closed. All schools, colleges is closed regarding safety purpose. It's my first experience when I'm staying at my home for a long time. It's like a trial for students. They separated their school and friends. In starting day, I felt very happy because I did not have to go to school. मैं आज कोविड-19 महामारी के बारे में बात करना चाहता हूँ। इस महामारी ने पूरी दुनिया को घुटनों पर आने के लिए मजबूर कर दिया है। दुनिया का एक भी कोना ऐसा नहीं जहाँ इस वायरस का संक्रमण न फैला हो। ये वायरस काशी और चीन से गिरने वाले बूंदों के जरिए फैलते हैं। इसलिए बाहर जाते
कोरोना वायरस कोविड-19 को प्रकोप अब एक महामारी है। वर्ल्ड हेल्थ ऑर्गेनाइजेशन ने इस प्रकोप का अंतर्राष्ट्रीय आपातकाल घोषित कर दिया है। कोरोना वायरस का पहली बार दिसंबर 2019 के दौरान चीन के वुहान शहर में पाया गया था। इस बीमारी से उचित उपचार के लिए अब तक कोई टीका या दवा विकसित नहीं हो पाई है। नमस्कार, आज मैं आप लोगों से कोरोना के साथ हम कैसे जिए इस विषय के आधार पर कुछ कहना चाहता हूँ। अगर हम बाहर जाते समय मास्क पहनना अनिवार्य है। आते समय हमारा हाथ साबुन या सैनिटाइजर से धोना, कपड़ा धोना, नहाकर अंदर जाना आदि करना है। व्यक्ति शुचित्व पालन करना, औषधि पानी पीना, सामाजिक दूर पालन करना, डमती चीजों को मिटाना आदि से यह पर्याप्त मात्रा में रोकने की श्रम करें। दोस्ती करना, जुटकर बोलना, अनावश्यक यात्रा भी छोड़ना चाहिए। ये सभी निर्देश हमारी रक्षा के लिए ही है। हम डरो मत, लेकिन जागरूकता से आगे बढ़े, कारण हम यह भी सफल पाए। ब्रेक द चेन। इतना कहकर मैं अपनी छोटी भाषण खत्म करता हूँ। धन्यवाद। जय हिंद। വിടുവിളയുയർന്ന കൈലാസ ശിഖരം കാൽക്കൽ നവനീല ദർപ്പണം പോൽ തടാകം അതിനു തിരുനാമമോ മാനസം നിഴലിപ്പിതരിൻ വെള്ളിപ്പോലാ മഹാശിഖരം ഇതു തൻ ഞങ്ങൾ തൻ പുണ്യനാട് തിങ്കൾ കീറു ജടമുടിയിലൻ പാർന്നണച്ച നാട് കുരുക്ഷേത്രമുണരുന്നു വീണ്ടും കബന്ധങ്ങളുറ്റവർക്കായി കിടക്കുന്നു കൊന്നും ചത്തുമി അഭിനവ ക്ഷത്രിയർ കൊല്ലാതെ കൊല്ലുന്നു ബന്ധങ്ങളെ ഇന്ന് കൊല്ലാതെ കൊല്ലുന്നു ബന്ധങ്ങളെ ആശകൾ പിന്നെയും ബാക്കിയാക്കി പാതി വഴിയിൽ മറഞ്ഞൊര അച്ഛൻ്റെ ഓർമ്മയിലമ്മ പിടഞ്ഞു വീഴേ കൈപിടിച്ചാരോ നടത്തിയ അമ്മയെ ശരണാലയത്തിൻ കവാടം വരെ A very warm good morning to all. Today I am here before you to share my views on topic memorable moments with my family in lockdown days. At March 2020, the government has declared lockdown in Kerala. At that time, I spent time for playing games and other co-curricular activities and farming. My family spent time for playing with me, like caroms, chess, ludo, etc. My mother makes special foods to me. I started reading, drawing and writing again and felt free for the first time in months. I had forgotten how good it felt to be creative. I started spending more time with my family. I hadn't realized how much I had missed them. Almost a month later, I feel so much better. I understood how difficult this must be. Sharing my memories with my family on the lockdown days, mainly it in two conditions. Yes, one is Eid and another one is Autumn. Yes, in Eid, okay, we are in Eid we are going to mosque. Yes, and namaz and prayer. Yes, it's a part of a festival which we celebrating as Eid. ചൊല്ലുവാൻ എൻ്റെ ഹബീബല്ലാതാരാണ് മുല്ലമലരിൻ്റെ സ്വാന്തനമില്ലെങ്കിൽ അല്ലാതല്ലാതെന്നിലാരാണ് കിനാവിൽ ഹബീബിനെ കാണാൻ കിനാവിൽ ഹബീബിനെ കാണാൻ കൊതിക്കുന്ന ഒരു പാപി പാടുന്നിതാ വിഷാദങ്ങളാലെ ഞാൻ പാടുന്ന തിരുഗീത
ഗീതം കേൾക്കും നബിയെ അസ്സലാം. പ്രപഞ്ച ചക്രവർത്തി ചക്രവാളമിൽ തെളിഞ്ഞ കീർത്തി ചെയ്തികൾ നിരത്തി നോക്കിയാൽ സ്നേഹമൂർത്തി. പ്രപഞ്ച ചക്രവർത്തി ചക്രവാളമിൽ തെളിഞ്ഞ കീർത്തി ചെയ്തികൾ നിരത്തി നോക്കിയാൽ സ്നേഹമൂർത്തി. ആലമിൽ മുനീർ അംബിയാക്കളിൽ അമീർ, ആലമിൽ മുനീർ അംബിയാക്കളിൽ അമീർ. ആറ്റൽ മദ്ഹു പാടി ഞാനോ ഫഖീർ, ആറ്റൽ മദ്ഹു പാടി ഞാനോ ഫഖീർ. ആദിയോന്റെ നൂറ് ആലമാകെ ഖൈറ് അഖിലരില്ലവർ പകർന്നു നൽകി നല്ല നേര്. വിസ്മയപ്പൊരുള് വിസ്തരിച്ച കരള് നീതിയിൽ വിതച്ചുവായതിൻ വിശുദ്ധതീന്. കനിവൊഴുകിയ കടലായി വരമരുളിയ വരദാനി വേദം വാഴ്ത്തിപ്പാടും പുകളെ. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പൂവാണ്. അതിനാവശ്യമായ സാധനങ്ങൾ 2 പേപ്പർ, സ്റ്റിക്ക്, കത്തിരിക, പശ. ആദ്യം ഒരു പേപ്പർ എടുത്തിട്ട് ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കുക. അങ്ങനെ നേരത്തെ ഉണ്ടാക്കിയതുപോലെ 3 ട്രയാങ്കിൾ മടക്കുക. എന്നിട്ട് ഇത് മുറിച്ചിട്ട് ഒട്ടിക്കുക. Hi, today I am going to make a flower pot. First we want a curved paper. First we want to fold it like this. Then we want to cut it. Then our flower pot is ready. We want to make our flower stem. Flower stem is ready. We want to fold our paper. We want to fold to a corner. We want to paste our leaf in stem. Paste our flower. Our flower is ready. മാനസത്തിന് വന്ദനം. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ശാരീരിക അകലവും മാനസിക ഒരുമയും എന്ന വിഷയത്തെ കുറിച്ചാണ്. ഇന്ന് ലോകം മുഴുവൻ COVID-19 അതിജീവിക്കാനുള്ള ശ്രമത്തിലാണ്. മനുഷ്യന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഈ സൂക്ഷ്മാണു കാരണം മനുഷ്യൻ അനുഭവിക്കുന്ന ദുരിതങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചൈനയിലെ വുഹാനിൽ നിന്നും ആരംഭിച്ച ഈ രോഗം ഇന്ന് ലോകമെമ്പാടും പ്രത്യേകിച്ച് കേരളത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ശാരീരിക അകലവും മാനസിക ഒരുമയും എന്ന ചിന്ത ഏറെ പ്രസക്തമാണ്. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ പാരിസ്ഥിതികമായി ഉണ്ടായ നേട്ടങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അന്തരീക്ഷ മലിനീകരണത്തിലും ജലമലിനീകരണത്തിലും ആശാവഹമായ കുറവ് കാണാൻ സാധിച്ചു. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ അന്തരീക്ഷ മലിനീകരണം നേരിടുന്ന നഗരിയായിരുന്ന ഇന്ത്യൻ തലസ്ഥാന നഗരിയിലും മുംബൈ നഗരിയിലും അതിവേഗ മുക്തി ലഭിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത്. ഡൽഹി പൊല്യൂഷൻ കൺട്രോൾ റിപ്പോർട്ട് പ്രകാരം മാലിന്യം നിറഞ്ഞൊഴുകുന്ന യമുന നദി 35% ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. 2019 നവംബറിൽ ചൈനയിൽ വുഹാനിലായിരുന്നു ആദ്യമായി COVID-19 രോഗബാധ കണ്ടെത്തിയത്. തുടക്കത്തിൽ തികച്ചും അസഹനീയമായിരുന്നു. ക്രമേണ ഓരോരുത്തരും ഓരോ കാര്യങ്ങളിൽ വ്യാപൃതരാകാൻ തുടങ്ങി. ഉത്സവങ്ങളും ആഘോഷങ്ങളും ആർഭാടങ്ങളൊന്നുമില്ലാതെ എങ്ങനെ ജീവിക്കാം എന്ന് നാം പഠിച്ചു. ഈ വൈറസ് നമ്മെ ആക്രമിക്കാതിരിക്കണമെങ്കിൽ മാസ്ക് ധരിച്ചും സാമൂഹിക അകലം പാലിച്ചും സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ കഴുകിയും നമ്മുടെ ജീവിതശൈലി മാറ്റേണ്ടിയിരിക്കുന്നു എന്ന് നാം പഠിച്ചു. If I become the health minister of Kerala, I will ensure the health stability of all age group of people of Kerala, including women, children, and old-aged people. For that, I will introduce a new digital application named Kerala Care. It is going to be linked with Aadhaar and biometric system. It will contain different login portals such as patient logins, doctor logins, and hospital logins.
First of all, I would like to thank everyone for the opportunity to present a very relevant topic today in front of you all. In this presentation, I will be talking about the plans and policies I would implement if I were the health minister. I will also try my level best for bringing about reformation in the medical education sector. This slide summarizes all my plans under which will be carried out under the slogan of safeguarding healthcare workers. One of the worst diseases in India is communicable diseases. In order to prevent the spreading of communicable diseases, we should maintain social distancing, stop spreading communicable diseases. Malaria, tuberculosis, and COVID-19 are one of the most dangerous communicable diseases Indian community have faced. Assalamu alaikum wa rahmatullahi wa barakatuh. At the outset, let me take this opportunity to congratulate each and everyone who contributed their effort, talent and time to make this Festivista a grand success and a material one. Especially during this pandemic, the whole school community, students fraternity, parents and teachers, they are all in trouble to make things happen. But I am very happy to say IIME school students are really fortunate to have attended these kinds of programs, and they could realize themselves and they were able to show their talents in front of others, especially with their parents and teachers. So I appreciate each and everyone, and we need to uphold this kind of energy and spirit throughout our life, and we are ready to overcome any adverse situations with our unity and our spirit and energy, especially by taking these kinds of initiatives into consideration. That's all from me. Thank you. Have a nice day. Jai Hind. Assalamu alaikum. Wish you all the best. I have to congratulate all the participants and the winners. വളരെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. IIMEയുടെ ഫെസ്റ്റിവിസ്റ്റ ഗ്രാൻഡ് ഫിനാലെ പ്രോഗ്രാം പലരും ഭയപ്പെട്ടോ പിന്മാറിയ ഈ സമയത്ത് പോസിബിളാണ്, ഞങ്ങൾക്ക് കഴിയുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് IIME വിദ്യാർത്ഥികൾ വളരെ ധൈര്യപൂർവ്വം ഫെസ്റ്റിവിസ്റ്റ കളർഫുള്ളാക്കിയിരിക്കുകയാണ്. സന്തോഷമുണ്ട് നിങ്ങളുമായിട്ട് സംവദിക്കുമ്പോൾ. ഗ്രാൻഡ് ഫിനാലെ ഫങ്ഷൻ നടക്കുമ്പോൾ വലിയ ഒരു എൻജോയ്മെൻ്റ് അനുഭവപ്പെടുകയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എല്ലായിടങ്ങളിലും വളരെ ശക്തമായ കോവിഡ് പ്രതിസന്ധി ഉണ്ടായപ്പോൾ അതൊന്നും ഒരു പ്രയാസമേ അല്ല എന്ന് വലിയ തോതിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഓരോ ഐറ്റംസും ഓരോ പ്രോഗ്രാമുകളും വളരെ നല്ല നിലയിൽ തന്നെ അവതരിപ്പിക്കുകയും ഓരോ വിദ്യാർത്ഥികളും ഒളിഞ്ഞു കിടക്കുന്ന നൈസർഗികതയുടെ യഥാർത്ഥ രൂപം അത് ഓൺലൈൻ ആണെങ്കിൽ കൂടെ ഭംഗിയായിട്ട് തന്നെ മലയാളക്കരക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞു. പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികളെയും അഭിനന്ദിക്കുകയാണ്. വളരെയധികം ഉയർന്ന നിലവാരമുള്ള പെർഫോമൻസാണ്, പ്രസൻറ്റേഷനാണ് നിങ്ങൾ നൽകിയിട്ടുള്ളത്. സ്വന്തം വീടുകളിൽ വെച്ചും ഓരോ വിദ്യാർത്ഥികളുടെയും പ്രത്യേക പ്രൈവറ്റോ സ്ഥലങ്ങളിൽ വെച്ച് നടത്തിയ ഈ പരിപാടി ഇത്ര വലിയ വർണ്ണ സബ്ലിമയോടുകൂടി അവതരിപ്പിക്കപ്പെടുമെന്ന് ഒരിക്കലും കരുതിയതല്ല. വളരെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള സന്തോഷപൂർവ്വമുള്ള സ്നേഹോഷ്മള അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ചേരണം
ത്വാഹ റസൂലുള്ളാവേ തിങ്കൾ ഹബീബുള്ളാവേ ത്വയ്ബ പാതിയഞ്ചിവേ തൗഹീദൊളി നിലാവേ അർഷിനും കുരിശിനും അധിപതിയുടെയോന്റെ ഹസനത്ത് ഉലകത്തിനുള്ള തപ്പുവേ അർഷിനും കുരിശിനും അധിപതിയുടെയോന്റെ ഹസനത്ത് ഉലകത്തിനുള്ള തപ്പുവേ അന്തിലോക പ്രവാചക അമ്പിയാക്കളില്ലധിക അന്തിലോക പ്രവാചക അമ്പിയാക്കളില്ലധിക വൻപദവിയുള്ള താജുൽ അമ്പിയ മുസ്തഫ ത്വഹ വിത്തേ ലോകൈകരഹമത്തേ ലോചനമണി മുത്തേ സർവൂരിലും ഉന്നത സാക്ഷി റസൂലേ. Today I'm here to present my little bits of opinions on the topic, is online learning child friendly? The coronavirus pandemic that is claimed to have begun in the wet market of Wuhan in China has upended the entire world. Whether it's employment or employability, recreation to healthcare operation, from the startups to the global firms, every aspect suffered a harsh blow of this crisis. As we drift our focus to our educational system, it stands as one among several to the encounter an unexpected transition. But thanks to technological progress and innovation, the technique of e-learning and online resources act as a windfall to bring an end to this learning defect within a short duration. The education is not prepared for life. Education is life itself. For children, going to school is not just about learning, reading and math. It is also about developing the social and the emotional skills. The COVID-19 resulted the schools shut all across in the world to ensure that students do not miss out on their study. Health is the biggest wealth for human being in his or her life. One can survive without access of money, but can't survive without a good health. Health is something that you can't buy with money, but you can take care of it and can be cured in need with the help of money. Health. Health is the main thing in life to make you happy. कोरोना वायरस बीमारी यानी कोविड-19 का प्रकोप अब एक महामारी है। वर्ल्ड हेल्थ ऑर्गेनाइजेशन ने इस अंतर्राष्ट्रीय आपातकाल घोषित कर दिया है। कोरोना वायरस कोविड-19 के पहली बार दिसंबर 2019 दौरान चीन के वुहान शहर में पाया गया था। इस बीमारी से उचित उपचार के लिए अब तक कोई टीका या दवा विकसित नहीं हो पाई है। धन्यवाद, नमस्कार। मैं आज यहाँ एक ऐसी बीमारी के बारे में बात करना चाहती हूँ जो अब महामारी का रूप धारण कर चुके हैं। जी हाँ, मैं कोरोना वायरस के बारे में बात कर रही हूँ, जैसे हम सभी कोविड-19 के नाम से पहचानते हैं। दुनिया भर में कोरोना महामारी का प्रकोप चल रहा है। दुनिया भर में लाखों की संख्या में लोगों का मौत हुई है। कोई लोगों को हृदय की, फेफड़ा की, गुर्दा की आदि बीमारी हो, उनके लिए यह वायरस मौत का कारण भी हो सकता है और भी न जाने कितने लोगों का मौत होगी। इसके लिए हमें मास्क, सैनिटाइजर और सामाजिक दूरियों यह हमारा जीवन का एक अहम हिस्सा बन गई है। Sitting in home itself, learning through mobile, so we got a chance to experience those type of classes. And it will reduce the cost. We don't want to pay large amount of fees because we are not traveling. And it will improve our technical skills. Maybe some students do not know how to use mobile properly. But because of this online class, they learn how to use mobile properly. And in online class, it doesn't matter wherever we are. We can attend the online class from anywhere, even from other countries. First of all, I help my mom on some of her house chores like washing dishes, cleaning room, yeah, like that. Secondly, me and my sister is obsessed with foreigners YouTube videos and we are trying to make our English better like them. And also we'll speak Hindi
when we play, we also speak Hindi and English, and hope we will learn more languages, inshallah. Thank you. As millions of people over the globe are trying to self-isolate themselves to prevent the spread of coronavirus, a sudden surge in time can make people think what to do when they are bored. When it comes to me, I were a great noob at cooking. I started and learned cooking from my mother, who is a great chef. After that, I just took a look at my surrounding and found that it's completely messy. ഫോൾഡ് ചെയ്യാം ആൻഡ് കട്ടിംഗ് സെന്റർ. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ റോൾ ചെയ്യാം ആൻഡ് പേസ്റ്റ് വിത്ത് ഗ്ലൂ. ഓക്കെ ഫ്രണ്ട്സ്, അവർ 8 സ്റ്റിക്സ് ആർ റെഡി. ഇനി നമുക്ക് എല്ലാ സ്റ്റിച്ചും ഒന്ന് മൂന്നാക്കി. അപ്പം ഇത് 4 നമ്മളിവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാം. ഇനി നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാൻ സർക്കിൾ വെക്കാം. അപ്പം നമ്മൾ സർക്കിൾ വച്ചിട്ടുണ്ട്. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇത് നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ റോസ്റ്റ് എടുത്തിട്ട് അപ്പോൾ നമ്മൾ ഇനി ഇത് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഇത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലെയിം റെഡി. റോസ് ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സർക്കിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഏതെങ്കിലും ഒരു ടിപ്പിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ടിപ്പിൽ നിന്ന് തന്നെ ചുരുട്ടിയിട്ട് ഈ ലാസ്റ്റ് ഈ എൻഡിലൊന്ന് ഗമ്മ് ബേസ്റ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഫ്ലവർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ട്രയാങ്കിൾ പീസ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഈ പാർട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഹാഫായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ഗമ്മോണ്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്ലവറും ലീഫും റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്ലവറാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു റെഡ് കളർ പേപ്പർ എടുക്കാം. അതുപോലത്തെ 5 സ്ക്വയർ വേണം. ആദ്യം ഒരു സ്ക്വയർ പേപ്പർ എടുത്തിട്ട് നടു ഇതുപോലെ ഒന്ന് മടക്കുക. അതിനുശേഷം അതിനെ ഇതുപോലെ ഒന്ന് മടക്കണം. എന്നിട്ട് ഇവിടെ ഇതുപോലെ ഒരു ലൈൻ നമുക്ക് കാണാം. ആ ലൈനിൻ്റെ അവിടുന്ന് ഇതൊന്ന് ഇതുപോലെ ഒന്ന് തുറന്നിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ യുഗത്തിലെ മഹാമാരിയായ കോവിഡ്-19 ഫലപ്രദമായ മരുന്നോ വാക്സിനോ നമ്മളിൽ എത്തും വരെ കോവിഡിനെ നേരിടാനുള്ള ഏറ്റവും നല്ല മരുന്ന് അകലം പാലിക്കൽ മാത്രമാണെന്ന് അമേരിക്കയിലെ സെൻട്രൽ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ഡയറക്ടർ റോബർട്ട് റെഡിഫീൽഡ് അറിയിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധിയെ ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് അതിനെ ഉയർച്ചയുടെ പടവുകളാക്കാൻ നമ്മുടെ മാനസിക ഒരുമയിലൂടെ സാധിക്കും. തീർച്ച. മനോഹരമായ ആ പാട്ടിന്റെ വരികൾ പോലെ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. പണം കൊണ്ടോ പദവി കൊണ്ടോ യാതൊരു പ്രയോജനവുമില്ലെന്ന വസ്തുത എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഈ വേളയിൽ ശ്രീ NN കക്കാടിൻ്റെ സഫലമീ യാത്ര എന്ന കവിതയിലെ ചില വരികളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കാലമിനിയുമൊരുളും വിഷുവരും വർഷം വരും തിരുവോണം വരും പിന്നെയോരോ തളിരിനും പൂവരും കായ് വരും. ഈ കോവിഡ് കാലത്ത് വളരെ വിപ്ലവാത്മകമായ മുന്നേറ്റമാണ് വിദ്യാഭ്യാസ രംഗത്ത് നടന്നത്. ഓൺലൈൻ ക്ലാസ് റൂമുകൾ വളരെയധികം പ്രചാരത്തിൽ ആയിക്കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഭൂരിഭാഗം കാര്യങ്ങളും ഓൺലൈൻ വഴി നടത്താൻ നാം ശീലിച്ചു. ഇത് നമ്മെ സാങ്കേതിക വൈദഗ്ധ്യമുള്ളവരാക്കി മാറ്റി. പ്ലാസ്റ്റിക് പോലുള്ള ഭൂമിയെയും അന്തരീക്ഷത്തെയും മലിനമാക്കുന്ന മറ്റു വസ്തുക്കളുടെയും ഉപയോഗം ഗണ്യമായി കുറഞ്ഞത് കൊണ്ട് നമ്മുടെ ഭൂമി കുറെയൊക്കെ മലിനമുക്തമായി നമുക്ക് ആശ്വസിക്കാം. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരി ഒന്നു മാത്രം. മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരി ഒന്നു മാത്രം. കൃഷ്ണ തുളസി കതിർ തുമ്പ് മോഹിക്കും നിന്റെ ഈ വാർമുടി ചുരുളിലെത്താം.
ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിതത്തിൽ തന്നു. എന്റെ ചിറകിനാകാശവും നീ തന്നു, നിന്നാത്മശിഖരത്തിൽ ഒരു കൂടു തന്നു. ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവിതൻ താരാട്ടു തളരുമ്പോഴും. Hello everyone, today we're going to be discussing about climate change global threat. So our first slide, that is overview. As usual, we know what's a climate. So climate change is a change in average condition, and consequences of climate change are usual like high temperatures, more droughts, etc. These are the impact of climate change. And how do human activities create climate change? Like burning or coal, oil, gas, deforestation, etc. These are some pictures so you can understand further. And these are the disasters happened by climate change in the past. And this is a chart that shows past 5 years condition of Earth. And how does the climate change become a global threat? When it worsens and becomes dangerous, it becomes a global threat. Climate change. We may feel fear of it, but we should not only feel fear, but guilt, because we are the main cause of this global threat. Human expansion of greenhouse effect cause climate change very dangerously. Over the last century, the burning of fossil fuels like coal and oil has increased, and this has increased the concentration of carbon dioxide in the atmosphere. Weather patterns and a long-term alteration of the temperature in a particular location or the whole planet is known as the climate change. So what it causes? Yeah, there are two types of causes. One is the natural causes and other one the human causes. The causes by the natural calamities like volcanic eruption, ocean currents, solar variations, internal variability, etc. is known as the natural causes. Assalamu alaikum. തന്റെ പദവികൾ മെട്ട് ചൊങ്കൂടെ ചെങ്കതിർലെങ്കിടും തിങ്കൾ പേടി വിട്ടു സഹിത്തെ സിംഗമിൽ പൊങ്കമെ തിങ്കളിൽ ചന്തമെ ചെപ്പുകിലുപ്പടി നിപ്പതു കാവൽ കൂറ്റത്തോടെ കുറേശുമേ പിടിവൾ പിടിയിൽ പിടികിടനെങ്കും പേടി കൂടി കൊണ്ടും ചൊക്കൽ ഹക്കുടെ ഹക്കുകൾ ചാറ്റിയുടെ വാനമേ ചീത്തീരാ ദിനം ചിന്തിയൊരന്തിന മന്ദിര സൊൽമുന ബന്ദില എന്തിടയും വരുടേ ദിനം ചിന്തിയൊരന്തിന മന്ദിര സൊൽമുന ബന്ദില എന്തിടയും വരുടേ മനം പൊട്ടിയ വാർത്തയും എത്തിടവേ മനം പൊട്ടിയ വാർത്തയും എത്തിടവേ ചെവി തേട്ട് മഹാബലിയും മൊഴികേ ഞാനെൻ വെളിച്ചത്തിനായി കേഴും എൻ സീതി ചൊല്ലൂ നിൻ ഖൽബിൻ ശഫാഅത്ത് ഇരുൾ വേദിയിൽ ഞാനെൻ വെളിച്ചത്തിനായി കേഴും എൻ സീതി ചൊല്ലൂ നിൻ ഖൽബിൻ ശഫാഅത്ത്. അസ്സാം വലൈക്കും പ്രിയപ്പെട്ടവരെ, ഞാൻ ഫൈസൽ എളേറ്റിൽ. നമ്മുടെ IAMEയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കുട്ടികൾക്കായി ജില്ലാ സംസ്ഥാന തലത്തിലൊക്കെ മത്സരം സംഘടിപ്പിക്കുകയുണ്ടായി ഓൺലൈനിലൂടെ. നമുക്കറിയാം, വലിയ ശാസ്ത്രീയ സംവിധാനത്തിലൂടെയാണ് ഈ പരിപാടികളൊക്കെ നടന്നത്. പലപ്പോഴായിട്ട് IAME സ്ഥാപനങ്ങളുടെ മത്സരങ്ങളിൽ മുമ്പും ഞാൻ വിധികർത്താവായും അല്ലാതെയൊക്കെ വന്നിട്ടുണ്ട്. ഈ വർഷം വളരെ സജീവമായിട്ട് ഓൺലൈനിലൂടെ അതിൻ്റെ പരിപാടികളെക്കുറിച്ചൊക്കെ ഓൺലൈനിൽ നടന്ന പരിപാടികളൊക്കെ എനിക്ക് അറിയാൻ കഴിഞ്ഞു. ഞാനും അതിൻ്റെ ഭാഗമായിരുന്നു. അതിൻ്റെ സംസ്ഥാനതല കലാമേള ഫെസ്റ്റിവിസ്റ്റ അതിൻ്റെ ഫൈനൽ മത്സരത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഏതായാലും സന്തോഷം, കാരണം ഇങ്ങനെ ഈ ഒരു വല്ലാത്ത ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളെല്ലാ കാര്യങ്ങളെയും ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ ഒന്നിനും കുറവ് വരുത്താതെ കുട്ടികളുടെ പഠനവും അതോടൊപ്പം മത്സര പരിപാടികളൊക്കെ സംഘടിപ്പിച്ചു. അത് തന്നെ വളരെ ശാസ്ത്രീയമായ രീതിയിൽ നടത്താൻ സാധിച്ചു. അതൊക്കെ ഒരു തരത്തിലുള്ള അതിജീവനമാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തെ നമ്മൾ
കൃത്യമായിട്ട് പ്രതിരോധിക്കുകയാണ്. ഈ പ്രതിഭകളെ ഈ പരിപാടിയിൽ വിജയിക്കുന്ന എല്ലാ പ്രതിഭകളെയും അനുമോദിക്കുന്നു. അവർക്ക് ഈ ഒരു ഘട്ടത്തിൽ ഇതൊരു വലിയൊരു പരീക്ഷണമാണ്, ഒരു വലിയ വിജയവുമാണ്. അല്ലെങ്കിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളെയും മനക്കരുത്തോടെ നേരിടാനുള്ള അവരുടെ ഒരു മാനസികമായ ഒരു കരുത്ത് നൽകുന്ന ഒരു സംഗതി കൂടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാ കുട്ടികൾക്കും, വിജയിച്ചവർക്ക്, പങ്കെടുത്തവർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. The Fest Vista 2020, the state level virtual online fest. Here is the crowning session. To the crownship, may I announce the overall champions with 209 points. Safa English School, Matul, Kannur district. Let me to announce the first runners up, 199 points. Magdin Public School, Melmuri, Malappuram. Here it comes the second runners up, Isha Public School, Punur, Calicut, 195 points. The second runners up, the crown is also shared by Irshad English School, Pandavur, Malappuram district. One more name for the same crowning, the second runners up, Mercus International School, Eranyipalam, Calicut. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, IAME ഒരുക്കിയ ഫെസ്റ്റ് വിസ്റ്റ ഓൺലൈൻ കലോത്സവം ഇവിടെ കൊടിയിറങ്ങുകയാണ്. ഒരു മഹാമാരി കാലത്തെ എത്ര ക്രിയാത്മകമായിട്ട് വിദ്യാർത്ഥികളുടെ വളർച്ചയ്ക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ മണ്ഡലത്തിന്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, വിദ്യാഭ്യാസ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത ഒരു മഹാമേളയാണ് ഇവിടെ സമാപിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കഴിവുകളുടെ ആവിഷ്കാരത്തിനുള്ള ഏറ്റവും നൂതനമായ സങ്കേതത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിട്ടുള്ളത്. നമ്മുടെ കഴിവുകളെ ലോകത്തിന് മുമ്പിൽ പ്രകാശിപ്പിച്ചിരിക്കുന്നത്. ഒരു മത്സരാർത്ഥി എന്നുള്ള രീതിയിൽ മത്സരം കഴിയുമ്പോൾ ഇതിൽ ഗ്രേഡും പൊസിഷനും നേടിയവരും വീഴുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷേ അതിലുപരി നമ്മൾ ഈ ലോകത്തോട് ഏറ്റവും മനോഹരമായിട്ട് സംവദിച്ചു എന്നുള്ളതാണ് ഇതിലേറ്റവും സന്തോഷകരമായ കാര്യം. വരികളിലൂടെയും വരകളിലൂടെയും വാക്കുകളിലൂടെയും നമ്മുടെ ചിന്തകളെ, നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ, നമ്മുടെ സർഗാത്മകതയെ, നമ്മുടെ ഇമോഷൻസിനെ ആളുകൾക്ക് മുമ്പിൽ, ലോകത്തിന് മുമ്പിൽ പ്രകാശിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ മനോഹരമായ കവിതയുണ്ടല്ലോ, The woods are lovely, dark and deep, but I have promises to keep, and miles to go before I sleep, and miles to go before I sleep. ഈ ഒരു കലോത്സവം കഴിയുമ്പോൾ, ഓൺലൈൻ ഫെസ്റ്റ് കഴിയുമ്പോൾ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ IAMEക്ക് വെക്കാനുള്ള വരികൾ ഇത്രയേ ഉള്ളൂ. ഓൺലൈൻ എന്നുള്ളത് നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ പഠന കാര്യങ്ങൾക്ക് എല്ലാത്തിനും നമ്മളിപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓൺലൈൻ മാധ്യമങ്ങളെയാണ്. ഡിജിറ്റൽ മീഡിയ എന്നുള്ളത്, ഓൺലൈൻ സംവിധാനങ്ങൾ എന്നുള്ളത് വലിയ സാധ്യതയാണ്, അതോടൊപ്പം വലിയൊരു ബാധ്യതയാണ്. ഈ സാധ്യതക്കകത്ത് കാഴ്ചകളുടെയും കേൾവിയുടെയും അനുഭൂതിയുടെയും രസങ്ങളുടെയൊക്കെ വലിയൊരു ലോകം മുമ്പിലുണ്ട്. പക്ഷേ അത്ര മനോഹരമായിരിക്കും ഇത്. അതോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് പ്രോമിസുകൾ, ഒരുപാട് കമ്മിറ്റ്മെൻറ്റുകൾ നമുക്ക് ലൈഫിൽ ഇനിയും പൂർത്തീകരിക്കാനുണ്ട് എന്നുള്ള ഒരു വലിയ ചിന്തയാണ് നമുക്ക് ഈ ഓൺലൈൻ കാലത്ത് ഉണ്ടാവേണ്ടത്. നമ്മളോട്, നമ്മളുടെ നാടിനോട്, കുടുംബത്തോട്, സമൂഹത്തോട്, രാജ്യത്തോട്, ഈ പ്രകൃതിയോട് നമുക്കൊരുപാട് കമ്മിറ്റ്മെൻറ്റുകളുണ്ട്. ദൈവം തമ്പുരാൻ നമുക്ക് മഹത്തായ ജീവിതം തന്നയച്ച് ഈ ഭൂമിയിലേക്ക് അയച്ചത് വലിയ കമ്മിറ്റ്മെൻറ്റുകൾ നിർവഹിക്കാനാണ്. അവിടെ കാഴ്ചകൾക്കും കേൾവികൾക്കും രസങ്ങൾക്കും മുമ്പിൽ നമ്മളെ നഷ്ടപ്പെടുത്താതെ നമ്മളുടെ ആവിഷ്കാരങ്ങളെ ഏറ്റവും മനോഹരമായ രീതിയിൽ വീണ്ടും വീണ്ടും പ്രകാശിപ്പിക്കാനുള്ള പുതിയ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനും അത് ലോകത്തിന് പുതിയ വെളിച്ചമാകാനുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ കലോത്സവം കഴിയുമ്പോൾ നമുക്ക് കൈമാറാനുള്ളത്. നിങ്ങളെ വളർച്ചയ്ക്ക് വേണ്ട ഏത് ചെറുതും വലുതുമായ അവസരങ്ങൾ നിങ്ങൾക്ക് ഒരുക്കി തരുന്നതിൽ IAME കൂടെ ഉണ്ടാകും. ഈ ഒരവസരത്തിൽ നിങ്ങളെ അണിയിച്ചൊരുക്കിയ, നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് തന്ന, നിങ്ങളെ മിനുക്കിയെടുത്ത നിങ്ങളുടെ അധ്യാപകർ, അതോടൊപ്പം രക്ഷിതാക്കൾ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ എല്ലാവർക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും വിജയാശംസകളും നേർന്നുകൊണ്ട് വീണ്ടും വളർച്ചയുടെ പുതിയ പുതിയ അവസരങ്ങൾ വെച്ച് നമുക്ക് കണ്ടുമുട്ടാമെന്ന പ്രാർത്ഥനയോടെ താങ്ക് യു ആൾ. Hi everyone. Fest Vista 2020. Actually it was a really different experience. Of course, all of you have experienced a virtual arts fest. IAME, the great association for the schools, have been conducting the auditorium in their physical way for the last many years.
but this time in this pandemic situation, the first time the virtual arts fest. Of course, in the beginning we have a lot of concerns in the execution of this program, but to be honest, I'm so happy to say that we could conduct it in a very smooth way and in a wonderful manner. This time I really appreciate all the participants, coordinators and principals, AOs and other supporting staffs for making this event a grand one. Actually, we had faced a lot of difficulties and obstacles in the conduction or in the execution of the Festivista 2020, but with the support of you, with the support of the the participants, parents, coordinators and of course the head of schools, we could made it. I congratulate in this particular occasion all the winners of Festivista 2020. And one more thing I would like to say here, the support from the coordinators of the Festivista from different schools, that is amazing. Without your cooperation and support, we couldn't make it. So today, in this occasion, the grand finale of Festivista, I would like to extend our hearty gratitude to all those who supported to make this event as a grand and successful one. Of course, the principals and AOs and management of different schools, parents, they have supported in a different way by arranging the things, the supporting things, and the teachers of different schools, especially the coordinators, and of course the participants, for your courage, for your confidence to be the part of this Festivista. So once again, I would like to extend my sincere thanks or gratitude to all of you who become the part of this Festivista, of course. And I should not forget about the team IAME, those who worked behind day and night for making this event a grand one. Mr. P.C. Abdul Rahman, the program director, and IAME office bearers, IAME office staffs, and all, once again, thank you all. Bye.